നമസ്കാരം. ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. സത്യത്തില് എനിക്ക് ഇതിലെ പോയപ്പോ ജീവ അവിടെ നിന്നില്ലേ, എനിക്ക് തന്നെ തോന്നി എന്തോ പ്രശ്നമായിട്ട് നിൽക്കാന്ന്. അതിനിങ്ങനെ വിഷമിക്കേണ്ട കാര്യമില്ല. എനിക്ക് നേരത്തെ അറിയാം ജീവയ്ക്ക് ഒരു ഇത്തിരി ബുദ്ധി കുറവാണ്. നമ്മൾ ഈ ബുദ്ധി വികസിപ്പിക്കാൻ വേണ്ടിയുള്ള ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഏകാഗ്രത വേണം. എങ്കിൽ മാത്രം ബുദ്ധി വികസിക്കൂ. അതിനു വേണ്ടി ഒരു സ്പെഷ്യൽ ഐറ്റമാണ് റൂബിക്സ് ക്യൂബ്. ഇത് ഏകാഗ്രതയോട് കൂടി ഇതിങ്ങനെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹലോ ഓ എന്താ സംഭവം? ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇവിടെ ഞങ്ങളുണ്ട്. ഇത് എന്താ, ഞാൻ ഈ ജീവയ്ക്ക് അല്പം ബുദ്ധി കുറവാണല്ലോ. അത് ഞങ്ങൾക്കറിയാം. അപ്പൊ അതൊന്ന് വികസിപ്പിക്കാൻ വേണ്ടി അതിനു വേണ്ടി ഞാൻ ഇതിങ്ങനെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്ന അതിന് നെല്ലിക്കാത്തളമല്ലേ ഏറ്റവും നല്ലത്? ഇതല്ലെന്ന് മൊത്തം കാര്യം അറിയുന്നതിന് മുമ്പ് ഇടയ്ക്ക് കയറി പറയരുത്. പറഞ്ഞു. അതായത് പുള്ളി ഒരു സ്പോർട്സ് കോച്ചാണ്. ലൈഫിൽ ഈ ആർട്ടിസ്റ്റുകളാണല്ലോ, അപ്പൊ ഭയങ്കര ടെൻഷൻ, പ്രഷർ ഇതൊക്കെ ഉണ്ടല്ലോ. നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് ആസ്വദിക്കാമെന്ന് വിചാരിച്ച ജീവിതം വാർദ്ധക്യം കൊണ്ടുപോകും. അപ്പൊ ആ ടെൻഷനൊക്കെ മാറ്റി നമ്മളെ സ്പോർട്സിലൂടെ ഒരു തെറാപ്പി, ഒരു ഹാപ്പി ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരു കാര്യം, അങ്ങനെ ഒരു കോച്ചാണ് പുള്ളി. ഞാൻ പുറത്ത് വെച്ച് കണ്ടു. അപ്പൊ എന്നെ കണ്ടപ്പോ എന്തോ ടെൻഷൻ ഉണ്ടെന്ന് തോന്നി. അപ്പൊ എന്നോട് പറഞ്ഞു കാര്യം വെക്കണ്ട, ഇങ്ങനെ കുഞ്ഞിരുടെ സാധനങ്ങൾ ചെയ്താൽ മതി. അപ്പം ഞാനാ പറഞ്ഞേ, ഞാൻ മാത്രമല്ല എന്നെക്കാളും ബിസി ലൈഫ് ലീഡ് ചെയ്യുന്ന പ്രഷർ ഉള്ള ആൾക്കാരുണ്ട്. അപ്പൊ ഒന്ന് നിങ്ങൾക്കൂടെ എന്തായാലും, ഞാൻ ഒറ്റയ്ക്ക് ഞാൻ വിഴുങ്ങത്തില്ലോ. അല്ല റൂബിക്സ് ക്യൂബ് വേണ്ട, വേറെ എന്തെങ്കിലും ഒരു ഒന്നുണ്ട് സാധനം. എന്റെ കൂടെ രണ്ടുപേരുണ്ട്, അവരെ വിളിച്ചു. അവരിതിന്റെ സ്പെഷ്യലിസ്റ്റുകളാണ്. മതി. അപ്പൊ അവരെ കൂടെ വിളിക്കാം. അവരെ കൂടെ വിളിച്ചിട്ട് ഇവർക്ക് നമുക്ക് ഈ സ്പെഷ്യൽ തെറാപ്പി കൊടുക്കാം. മറ്റേ സജി ബിജു അവരുണ്ട്. അവരെ വിളിക്കാല്ലേ? ഒരു മിനിറ്റ്, ഞാൻ ഇത് വെച്ച് ഞാൻ എന്താ ചെയ്യണ്ടേ? ഇത് വെച്ച് ഇങ്ങനെ കറക്കി ആരെയും ശല്യം ചെയ്യാതെ ഒരിടത്ത് മാറി ഇങ്ങനെ ഇരിക്കും. ഓക്കെ, ബാക്കിയുള്ളവർ രക്ഷപ്പെടും. ഓക്കെ കോച്ച്, താങ്ക് യു. ഇത് ഐറ്റം വേറെ. Left hand, right hand, front hand, fit hand, നിപ്രേനോ? നിർത്തായി. ഈ ഇടയ്ക്ക് ചെറുതായിട്ട് മോഷണമൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ. ആർക്ക്? വെല്ലവന്റെ ഫുട്ബോൾ ബല്ലിനടക്കി ഏറ്റു വെച്ചോണ്ട് നാണക്കേടാ ഇത് കേട്ടോ. ഫുട്ബോൾ അല്ല, എന്റെ സിക്സ് പാക്ക്. ഇത് സിക്സ് പാക്ക് അല്ല, ഇവന്റെ പാക്ക് എന്ന് പറയാൻ പറയുന്നല്ലേ. അത് പഴയ കൗണ്ടറാ, വെച്ചേരാൻ കയ്യിൽ. വെള്ളം വെള്ളം ആകിച്ചു വരുന്നതിനും പച്ചവെള്ളം കൊടുക്കാൻ പാടില്ല. അയ്യോ, നിങ്ങളെ കുടുംബ മഹിമ വിളമ്പാനല്ല പറഞ്ഞത്. ഇതുപോലെ വെള്ളം ഉണ്ടെങ്കിൽ താ കോച്ചേ. എടാ, ഓടി വരുമ്പോ ഉടനെ വെള്ളം കുടിക്കാൻ പാടില്ല. ഒരു പന്തിന് രണ്ടില വെള്ളം വരുത്. ഞങ്ങൾക്ക് വെള്ളം കുടിച്ചൂടാ. ലാമാർക്ക് ഐസ്ക്രീം തിന്നാലോ. അയ്യോ എടാ, അത് അവന്മാർ ഐസ്ക്രീം കഴിക്കുന്നല്ല, ഓടി പൊളന്ന് വായി പുണ്ടം വന്നിട്ട് വായിന്ന് പത വരുന്നതാ. ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്താൽ കഴിയുമ്പം ഞാൻ നിങ്ങൾക്ക് 7ന്റെ വെള്ളം തരും. 7ന്റെ വെള്ളോ? കണ്ടിട്ടില്ലേ? പച്ചക്കുപ്പിയിൽ 7 എഴുതിയ വെള്ളം. അത് എന്തപ്പായാലും വാമപ്പിന് പോകാം. നമുക്ക് പോയേക്കാം. എവിടെ പോണ്ട? നിങ്ങളല്ലേ പറഞ്ഞു നമുക്ക് പോയേക്കാന്ന്. എടാ, വാ നമുക്ക് പോയേക്കാന്നല്ല, പിന്നെ വാമപ്പിന് പോകാന്നാ പറഞ്ഞത്. ആ കോപ്പിനായിരുന്നു. അത് പറഞ്ഞപ്പോഴാ ഞാനൊരു കാര്യം ഓർത്ത്. ഇന്നലെ ഞാൻ നിങ്ങളെ കുറെ പൈസ തന്നായിരുന്നല്ലോ, കുറെ സാധനങ്ങൾ മേടിക്കാൻ. എല്ലാം മേടിച്ചാ? അയ്യോ, ആ പൈസ എടുത്ത് ഞങ്ങൾ തിന്നില്ല. കേട്ടാത്തോന്ന് ഞങ്ങൾ അതിന്റെ ചമ്മാളി. ഞാൻ നിങ്ങളെ സംശയിച്ചതല്ല, ഞങ്ങൾ അങ്ങനെ ചെയ്യോ? ഞങ്ങളതൊന്നും ചെയ്യത്തില്ല. കിട്ടു നോക്ക്, അളവല്ലെങ്കിൽ കൊണ്ടുവരുന്ന മാറ്റി തരാന്ന് പറഞ്ഞു. നോക്ക്, നല്ല കളർ നോക്കി സെലക്ട് ചെയ്ത് നോക്ക്. കോച്ച് വന്നിരുന്നെങ്കിലേ കറക്റ്റ് നമ്മൾ ഇട്ട് നോക്കി കറക്റ്റ് അളവിന് എടുക്കായിരുന്നു. പിന്നെ എന്തുവാടാ ഇത്? എന്തോന്നടാ ഇത്? വാറ്റ്. അയ്യേ, ഞാൻ നിങ്ങളുടെ എന്തുവാ പറഞ്ഞത്? വാറ്റ് ഷർട്ടുകൾ മാറ്റണമെന്ന് പറഞ്ഞില്ലയോ? അയ്യോ, കിടക്ക്. എടാ, നിന്റെ അടുത്തൊക്കെ ഞാൻ വാറ്റ് ഷർട്ടും മേടിക്കാനാണോ പറഞ്ഞത്? പിന്നെ ബാറ്റ് ഷർട്ടിലും മേടിക്കാനാണോ പറഞ്ഞത്? ദൈവമേ, ഞാനിപ്പോ ഇനി ഇതെന്തോ ചെയ്യും? ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യും, നല്ല കളർ നോക്കി ഒരെണ്ണം എടുത്തിട്ടിട്ട് ഇതിന്ന് 2 അടിച്ചോണ്ട് കിടന്ന് ഉറങ്ങും. അയ്യോ, എനിക്ക് വയ്യ. അണ്ണനെ വയ്യ, നീ ഇട്ടു പറ. ഈ കുട്ടനാടൻ താറാവ് മുട്ടയിടാൻ പോകുന്ന കണ്ടിട്ടുണ്ടോ? താറാവാ? ഓണ്ട. ദൈവമേ, ഈ ബാറ്റ് ഷട്ടിലും മേടിക്കാൻ പറഞ്ഞത് എടാ, ഇത് സ്പോർട്സ് ഐറ്റമാണ്. അതായത് ആദ്യം നമ്മൾ ഷട്ടിൽ എടുത്തിട്ട് ബാറ്റ് വെച്ച് അങ്ങോട്ടടിക്കും. അപ്പൊ അവിടെ നിൽക്കുന്നവൻ സ്പീഡിൽ ഇങ്ങോട്ടടിക്കും, നമ്മൾ വീണ്ടും അങ്ങോട്ടടിക്കും. അവൻ വാശിയോടെ ഇങ്ങോട്ടടിക്കും, നമ്മൾ വീണ്ടും അങ്ങോട്ടടിക്കും. ഇതിന്റെ വല്ല കാര്യമുണ്ടോ? നമ്മൾ അങ്ങോട്ട് അടിച്ചിട്ടാണല്ലോ അവന്മാർ തിരിച്ച് ഇങ്ങോട്ട് അടിക്കുന്നത്. നമ്മൾ അങ്ങോട്ട് അടിക്കാൻ പോണ്ട, നമ്മൾ തിരിഞ്ഞ് ഇങ്ങോട്ട് അടിക്കണം. എന്തിനാണ് മറ്റുള്ളവരായിട്ട് ഒരു ഇഷ്യൂ ഉണ്ടാക്കുന്നത്? ദൈവമേ, 4ാം ക്ലാസ് പോലും വിദ്യാഭ്യാസം ഇല്ലാത്ത നിന്നെയൊക്കെ ഞാൻ എങ്ങനെയാ സ്പോർട്സ് കോട്ടയിൽ ജോലിക്ക് കയറ്റുന്നത്? നാളെ
നാളെ രാവിലെ വന്നു കഴിഞ്ഞാ സ്പോർട്സ് കോട്ടയിൽ എനിക്ക് ജോലി വാങ്ങിച്ചു തരുമോ? ചെന്ന് കയറിയാണല്ലോ ജോലി എടുത്ത് തരാനേ. ഇത് കിഴക്കേ കോട്ടയം ബേക്കൽ കോട്ടയല്ല, എടാ ഇത് സ്പോർട്സ് കോട്ടയാണ്. സ്പോർട്സ് കോട്ട എന്ന് പറഞ്ഞാൽ സ്പോർട്സിൽ കുറെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഉദാഹരണത്തിന് നമുക്കിപ്പോ ഒരു കാര്യം ചെയ്യാം. ആദ്യം ഷോർട്ട് പുള്ളൊരു പിടി പിടിക്കാം. ഓക്കെ. പുട്ട് സോഫ്റ്റ് ആണെങ്കിൽ എനിക്ക് 1.5 കുറ്റി പുട്ടും പപ്പടവും പയറും. നല്ല മത്തിക്കറി ഉണ്ടെങ്കിൽ എനിക്കും വേണം 1.5 കുറ്റി പുട്ട്. പുട്ടൊക്കെ നിന്റെയൊക്കെ വായിൽ ഞാൻ അറിഞ്ഞു കയറ്റും. പുട്ട് തിന്നുന്ന കാര്യമല്ല, എടാ ഷോർട്ട് പുട്ട് അത് സ്പോർട്സിലെ ഐറ്റമാണ്. ഇതെന്താണെന്നറിയാമോ? ആനപ്പിണ്ടം. ആനപ്പിണ്ടവാ? എന്ത് മണ്ടത്തരോടാ നീ പറയണത്? ആനപ്പിണ്ടോ ഒന്ന് കോച്ചേ, ആനയ്ക്ക് കൊടുക്കാനുള്ള ഉണ്ട ശർക്കരയല്ലേ? ഉണ്ട ശർക്കരയാ? അല്ല, ഈ ഉണ്ട ശർക്കര തിന്നാലേ പിണ്ടം ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അതല്ല, ഇതാണ് ഷോർട്ട് പുട്ട്. ഇതെടുത്ത് എന്റെ കയ്യിൽ വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. എന്റെ ദൈവമേ, ഇതിന് ഇത്രയും ഭാരം ഉണ്ടായിരുന്ന? ഇതൊന്നും ഇത് ഉപയോഗിച്ചിട്ടില്ലേ? എവിടെന്ന്? അല്ല, പണ്ട് ഞാനിത് ഉപയോഗിക്കുമ്പോഴേ ഒരു ഷോർട്ട് പുട്ടായി. അതൊക്കെ നമ്മളെ നാട്ടിൽ പറയണത് ഗോലി എന്നാണ്. സത്യമാണ്. അതൊക്കെ പോട്ടെ, നമുക്ക് അടുത്ത ഐറ്റത്തിൽ പിടിക്കാം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടല്ലോ. എന്റെ കോച്ചേ, ഇത് ആർക്കറിഞ്ഞൂടാ? അറിയാല്ലേ? കലപ്പയന്തിയ കർഷകൻ താണ്ട് കിടക്കുന്നടാ. സ്പോർട്സിൽ കർഷകനെ കൊണ്ടിറക്കി വെച്ചേക്കാം. അതല്ല, അത് കറക്റ്റ് ആയിട്ട് പറയണമെങ്കിൽ അത് സിമ്പിൾ ഉണ്ട്. അതാണ്. നീ ഇങ്ങ് വന്നേ, ഇങ്ങോട്ടോ. നീ ഇങ്ങനെ നില്ല്. പൊന്നരി വളം വിളിയിൽ കല്ലെറിയുന്നോളെ. KPSC എംബ്ലം ഉണ്ടാക്കാനല്ല ഞാൻ പറഞ്ഞത്. എടാ മാറാ ഇങ്ങോട്ട്. എടാ അതായത് ഈ കമ്പ് ഇങ്ങനെ നീണ്ടു നിന്നിട്ടേ അതിന്റെ അറ്റത്ത് കൂർത്തൊരു മോനെ വന്നിട്ട് ഇങ്ങനെ എറിയുമല്ലോ. ജാവലിൻ ത്രോ. അത് തന്നെ, ജാവലിൻ ത്രോ. അതെറിഞ്ഞാണ് നമ്മുടെ ധീരജ് ചോപ്ര സ്വർണ്ണം എറിഞ്ഞിട്ടത്. അതുപോലെ എന്റെ പ്രിയ സിസ്റ്ററായ ജുംബും ഗുംബും സ്വർണ്ണം എറിഞ്ഞിടണം. പക്ഷേ കേറി പറിക്കണോണ്ട് കുഴപ്പമുണ്ടോ? കേറി പറിക്കാനാ? വേണ്ട, നമുക്ക് മൂടോടെ കുടുതിഞ്ഞെടുക്കാം. മൂടോടെ പിടാനാ? അല്ല, സ്വർണ്ണം പോയി കാറ്റുന്ന മരമല്ലേ പറഞ്ഞത്? എന്തോ നോക്കണത്? ഒരു വെട്ടുകത്തി കിട്ടുമോ നോക്കിയതാ. നിങ്ങൾ കയറണ്ട, മരം കാണിച്ചാൽ ഞങ്ങൾ കയറി വെട്ടിക്കോളാം. നിന്നൊക്കെ മൂടോട് വെട്ടിക്കളയാനാ? ഇവിടെ യവന്മാരെ ഞാൻ എന്ത് പറയാനാണ്? എടാ നീയൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം. സ്പോർട്സ് എന്ന് പറഞ്ഞാണ്ടല്ലോ ബിയർ പൊടിക്ക് നേടാനുള്ളതാ. സത്യം, ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ട് ബിയർ പൊടിക്ക് ബുദ്ധിമുട്ടിയാണ് ഇവിടെ വരെ എത്തിയെന്നറിയാമോ? നാക്കെടുത്ത കള്ളവല്ല നിങ്ങൾ പറയത്തില്ല. എന്റെ പൊന്നളിയ അപ്പുറത്തെ തട്ടയുടെ നിന്ന് മുറിവീടിയും ചവിട്ടി അണച്ചിട്ട് 2 സ്റ്റെപ്പ് ഇങ്ങോട്ട് കയറുമ്പോ എവിടെ വിയർപ്പെടുക്കാനോ? അതല്ലടാ എടാ, നമ്മൾ ഈ സ്പോർട്സിൽ നിന്ന് ഒരുപാട് സമ്മാനങ്ങൾ നേടണം. സ്പോർട്സ് കോട്ടയിൽ ജോലി കിട്ടു. സമ്മാനം കിട്ടിയപ്പോഴാന്നറിയാമോ? ഞാൻ ഹൈ ജമ്പ് ചാടി, അതും 40 അടി പൊക്കത്തിൽ. 40 അടി പൊക്കത്തിൽ? അപ്പൊ ചാടി ആയിരിക്കത്തില്ല, ആരോ ചുരുട്ട് കൂട്ടിയെടുത്ത് എറിഞ്ഞതായി. കോച്ചിനെ നിനക്ക് ശിക്ഷയുണ്ട്. ഒരു കാര്യം ചെയ്യ്, ആ ഫുട്ബോളിൽ കാറ്റടി. എന്താ ചിരിക്കുന്നത്? ചെവി പിടിച്ച് ചെവിയെ പിടിച്ച് നീ ഫുട്ബോൾ പിടിച്ചോട്, അവൻ കാറ്റടിക്കും. ചെല്ല. അല്ല പിന്നെ വെള്ളം കുടി തന്നെ, വെള്ളം കുടി. ഓ, എന്തുവാണ് ഈ കാണിക്കുന്നത്? ഫുട്ബോളിന് കാറ്റടിക്കാൻ പറഞ്ഞു. ഇങ്ങനെയാണോ കാറ്റടിക്കുന്നത്? എടാ, കേബിളിന് നീളം ഫാൻ എടുത്ത് വെച്ച് അടിക്കാറ്. ഇതിപ്പോ ഇങ്ങനെ പറ്റൂ? അയ്യോ, അതല്ല, പിന്നെ ഫുട്ബോളിന് അകത്ത് കാറ്റടിക്കാൻ. അയ്യോ കോച്ചേ, ഈ ദ്വാരത്തിനകത്തൂടെ അകത്ത് കയറി നടിക്കാൻ ഞങ്ങൾ തേനീച്ചയുടെ കുഞ്ഞുങ്ങളല്ല. അയ്യോ, മനസ്സിലായോ? പറയാൻ എന്റെ പൊന്ന് ഒളിയമ്പേ. ഒളിയമ്പാ? നിങ്ങളെ പേരെന്തോന്ന്? എടാ, ഒളിയമ്പെന്നല്ല, ഊരമ്പ്. ഊരമ്പ. ഊരണ്ട, അമ്പൂരി. അമ്പൂരി അല്ല, കാട്ടാക്കള. നിങ്ങളെ പേര് പറ. എടാ, ഇത്രയും കാലം നീയൊക്കെ എന്റെ കൂടെ നടന്നിട്ട് നിനക്കൊക്കെ എന്റെ പേരറിഞ്ഞൂടെ? പറ. എടാ, ലാലേട്ടന്റെ പേരിൽ ഇതൊരു സിനിമ വരുന്നുണ്ട്, അറിയാമോ? ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞുതരാം, അപ്പൊ കേട്ട് പഠിച്ചോളും, ശ്രദ്ധിച്ചോളൂ. ഒമ്പിളിയൻ. അങ്ങനെയാണ് വിളിച്ചത്? ഒളിമ്പിയൻ. ഒളിമ്പിയൻ. OLY. ഒളിമ്പിയൻ. ഞാൻ ഒളിമ്പിയൻ. വരൂ, ശ്രദ്ധിച്ചു കേട്ടോളൂ. ഒളിമ്പിയൻ. സ്പെല്ലിംഗ് കൂടെ പഠിച്ചോളൂ. OLY അമ്പിളിയൻ. ഈ വേട്ടവളിയന്റെ ആരായിട്ട് വരും? ചിറ്റപ്പന്റെ അളിയനായിട്ട് വരും. നീ ഒരു കാര്യം മനസ്സിലാക്കണം. നിനക്കെന്തോ സംശയം ഉണ്ടെന്ന് പറഞ്ഞു. ഇതാണ് ഞാൻ പറയുന്നത്. നല്ല വിദ്യാർത്ഥികൾ എപ്പോഴും സംശയം ചോദിച്ചിരിക്കും. ബോസ് ഭയങ്കര ഫുട്ബോൾ കളിക്കാരനാണെന്നല്ല വെപ്പ്. വെപ്പല്ല, ഫുട്ബോൾ കളിക്കാരനാണ്. ശരി, അങ്ങനെയാണെങ്കിൽ കോച്ച് അടിച്ചിട്ടുള്ള ഏറ്റവും കിടില ഒരു ഗോള്, അതായത് മറക്കാനാകാത്തൊരു ഗോൾ ഓർമ്മയുണ്ടോ? മറക്കാനാവാത്ത ഗോൾ എന്ന് പറയുമ്പോ പറ. ഏതെങ്കിലും അടിച്ചിട്ട് വേണ്ടേ ഓർക്കാൻ അല്ലേ? ശരിയാ. എന്നെ കളിയാക്കാൻ നിൽക്കുന്നതാ. ഇതെന്താന്ന് കണ്ട? ഇതെന്താന്ന് കണ്ട? അത് മമ്മൂട്ടിയുടെ സിമ്പിൾ എംബ്ലം. ഇങ്ങനെ മമ്മൂട്ടിയുടെ എംബ്ലോ കുമ്പിളോ ഒന്നുമല്ല, പിന്നെ എന്റെ പാദം. എടാ, ഈ പാദത്തിൽ ഞാൻ ആദ്യമായി മുട്ടണിയുന്നത്
എന്റെ 35-ാമത്തെ വയസ്സിൽ. അപ്പൊ അതുവരെ ചെരുപ്പില്ലാതെ മാക്കനാണ് നടന്നത് നിങ്ങൾ? അങ്ങനല്ല, എന്റെ 35-ാമത്തെ വയസ്സിൽ ഞാൻ ഈ കാലിൽ ബൂട്ടടിഞ്ഞിട്ട് ബ്രസീലിൽ കളിച്ചു. അത് ആരുമായിട്ട്? മൈനറുമായിട്ട്. മൈനറോ? അതെ, ബ്രസീലിലെ കളിക്കാരൻ മൈനറിനെ അറിഞ്ഞൂടെ? അയ്യോ, നെയ്മർ. എടാ, പണ്ടപ്പം മൈനർ ആയിരുന്നു. പിന്നെ കളിയൊക്കെ കളിച്ച് കാശൊക്കായി ആഹാരമൊക്കെ കഴിച്ച് നെയ്യ് വെച്ചപ്പോ നെയ്മർ. അതൊരു ഭയങ്കര അറിവായത്. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല. അയ്യോ, കോച്ച് പറഞ്ഞ ഞങ്ങൾ വിശ്വസിക്കും. നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിലും എനിക്കൊരു തേങ്ങാക്കൊലയും. ഞാൻ പെല ഉള്ളപ്പോരെ കളിച്ചിട്ടുണ്ട്. നിങ്ങളൊരു മനുഷ്യനാണോ ഉപയോഗിച്ചാണ്? എന്തോന്നാണ് ഈ പറയുന്നത്? അവന്റെ കൊച്ചിച്ചൻ മരിച്ചുപോയി. അവന് പെലയായിരുന്നു. അവൻ കളിക്കാൻ വിളിച്ചിട്ട് വന്നാ റബ്ബർ ബാളിൽ രണ്ടിന്റെ ഇവിടെ തല പിടിച്ച കൂട്ടി അടിച്ചു. എടാ, പെലെന്ന് പറഞ്ഞ ആരെന്നറിയാടാ? ഇവിടെ ഫുട്ബോളിന്റെ ഇതിഹാസം. അങ്ങനെ ഞാൻ അർജന്റീന മറ്റ് കളിക്കുമ്പോ ഇതാ കളി നോക്കുന്നത്. കാര്യം എന്ത്? അർജന്റായിട്ട് കളിക്കരുത്. പെരുക്കെ നിന്ന് കളിച്ച് 2 ഗോൾ അടിക്കണം. കളി അതല്ല ഞാൻ പറഞ്ഞത്. ഏതല്ല? ഞാൻ ആ കളി കഴിഞ്ഞിട്ട് ഞാൻ കുറെ കാലം ഒരുത്തനെ വെട്ടിച്ച് ലോക്കപ്പിലായിരുന്നു. വെട്ടിയച്ച് ലോക്കപ്പിലോ? അല്ല, പിന്നെ വെട്ടിച്ച് കളിച്ച് ഗോളടിച്ച് ലോകകപ്പ് നേടാൻ പോയെന്ന്. എന്റെ ദൈവമേ, ഓമാരിപ്പോ മനസ്സിലാക്കിയന ഞാൻ വെട്ടുകേസിലെ പ്രതിയാണ്. എടാ, അതുകൊണ്ട് മക്കളെ വാ, നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ലോകകപ്പ് അല്ല, സെൻട്രൽ ജയിലോ? ലോകകപ്പ്. നിങ്ങൾ രണ്ടുപേരും എന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ 2025 ഞാൻ കപ്പുമായി വരും. എന്നാ മുള പടച്ചത് ഞാൻ കൊണ്ടുവരും. ഞാൻ കട്ടഞ്ഞായ കൊണ്ടുവരും. എന്തിന്? കപ്പ് കൊണ്ടുവരുമ്പോ എന്തൊക്കെയാണ് നമുക്ക് മുള പടച്ചത് വേണ്ടേ? കയറത്തില്ലല്ലോ. കപ്പ പുഴുങ്ങിയതായിട്ട് വരുന്നല്ല പറഞ്ഞത്. പിന്നെ ലോകകപ്പുമായിട്ട് വരുമെന്ന് കോച്ചിന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. കോച്ചിന് കോച്ചുണ്ടായിരുന്ന കാശ്മീരിൽ കളിക്കാൻ പോയപ്പോഴേ തണുപ്പുകാരൻ ഒരു കോച്ച് ഇങ്ങനെ നമ്മളെ പിടിക്കാൻ ആരും പിടിക്കാൻ വന്നല്ല. ഞാൻ ഇതോട്ട് ഊതിയതാ. മണ്ട കീർത്തി കേട്ടാ. നിനക്കെടുത്ത് ഊതാണത്. പിന്നെ ചെവി കൂടെ കയറ്റാനുള്ളതാണ്. അമ്പലത്തിൽ നിന്ന് പഠിക്കുന്ന 10 വയസ്സുള്ള ഊര് ഊത്തല്ല. ഇതിന് നിയമങ്ങളുണ്ട്, ഇതിന് കാര്യങ്ങളുണ്ട്. അത് പഠിക്കണം. നോക്കിക്കോ. തല മാറ്റി വേണം. ബസ് വരുത്തണം. ഏത് ബസ്സിലെ കിളിയായിരുന്നു? രമ്യ ട്രാവൽസ്. ഏത് റൂട്ട്? അടിമാലി കട്ടപ്പന. കിളിയായിരുന്നല്ലേ? പിന്നെ അല്ലാതെ ബസ് ഇപ്പൊ തന്നെ 15 മിനിറ്റ് ലേറ്റാ. കേറാ. മരുന്ന് കഴിക്കാതെ ചാടിപ്പോയ രോഗികളുടെ ശ്രദ്ധയ്ക്ക് ഇപ്പോ വന്നാൽ മരുന്നും ഗുളികയും തരാം. ഇല്ലെങ്കിൽ ഞാൻ ഷോക്ക് അടിപ്പിക്കുവേ. നിങ്ങളൊക്കെ എപ്പോ വന്നിരുന്നു ഇവിടെ? നിങ്ങൾക്ക് ഗുളിക തന്നാ ഷോക്ക് അടിപ്പിച്ച? സത്യത്തിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മളാണ് ആ ഭ്രാന്തന്മാര്. ഈ കട്ടയും പടം കളിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെ ചികിത്സിക്കുന്ന ഈ ഡോക്ടറാണ് ആ ഭ്രാന്തൻ. അല്ല, കിടിലൻ ഒമ്പിളിയൻ ടീമായിരുന്നു. ഇവർക്ക് നല്ലൊരു കൈയടി. നമുക്ക് മിയാൻ തുടങ്ങാം അല്ലേ? ഐശ്വര്യമായിട്ട് മിയ. നിങ്ങൾ 3 പേരും കിടിലം. നിങ്ങളുടെ വേഷം കാണുമ്പോഴേ നമുക്കറിയാം സ്പോർട്സ് ബേസ്ഡ് ആണ്, ഫുട്ബോളൊക്കെ ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ നിങ്ങൾ സ്പോർട്സിന്റെ ഒരുവിധം എല്ലാം തന്നെ കവർ ചെയ്തു. ക്രിക്കറ്റ് മാത്രമേ പറയത്തുള്ളൂ. ബാക്കി ജാവലിൻ ത്രോയും ഷോട്ട് പുട്ടും ഫുട്ബോളും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ സ്പോർട്സുമായിട്ട് കവർ ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ കവർ ചെയ്തു. നിങ്ങൾ 3 പേരുടെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു ഗിവ് ആൻഡ് ടേക്കും കാര്യങ്ങളും എല്ലാം നല്ല രസം ഉണ്ടായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ. ബാക്ക് ടു ബാക്ക് ഇങ്ങനെ കൗണ്ടേഴ്സ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ചിരിക്കാനായിട്ട്. വെരി എൻഡിലാണ് മനസ്സിലാവുന്നത് ഇത് 3 കിളിപോയ കേസ്. അപ്പൊ ആദ്യമേ ഞാൻ വിചാരിച്ചത് ഈ പറഞ്ഞ പോലെ സ്പോർട്സ് കോട്ടയിൽ ജോലി കിട്ടാൻ അങ്ങനെയൊക്കെ വരുന്ന സംഭവമായിട്ട് റിയൽ ആയിട്ട് തന്നെ വിചാരിച്ചിട്ട് അവസാനമാണ് അതൊരു നല്ല എലമെന്റ് ആയിട്ട് തോന്നി. അവസാനം ഒരു സർപ്രൈസ് പാക്കേജ് എന്ന് പറയുന്ന പോലെ നിങ്ങൾ 3നും കിളി പോയതാണ് എന്നുള്ളത് അപ്പോഴാണ് മനസ്സിലായത്. ഞാൻ ഇടയ്ക്ക് നോക്കുമ്പോൾ ജീവ ഇരുന്ന് ഇതെന്ത് ജീവ ശ്രദ്ധിക്കാതെ ഇതിരുന്ന് ചെയ്തോണ്ടിരിക്കുന്നത് ഞാൻ ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട്. ജീവ എന്ത് സ്കിറ്റ് കാണാത്തതൊക്കെ ഞാൻ ഓർക്കുമായിരുന്നു. ഞാൻ കാണുന്നുണ്ട് അതിന്റെ ഇടയ്ക്ക് ഓർമ്മയിലുണ്ട്. ഇടയ്ക്കിടയ്ക്കൊക്കെ എടുത്ത് ചെയ്ത് എപ്പോഴും അങ്ങോട്ട് അവിടെ വരുമ്പോഴാണ് ഈ ബാക്കി പരിപാടി എന്ന് പറഞ്ഞത്. ഇതെപ്പോഴും അങ്ങോട്ട് വരുന്നതെന്ന് അറിയത്തില്ലല്ലോ. നീ എങ്ങാനും വന്നാലെന്ന് പിടിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇതെടുത്ത് കറക്കി എന്റെ ഇത്രയായിട്ടുണ്ട്. അടിപൊളി അടിപൊളി. നിങ്ങൾ 3 പേരും കലക്കി. ഒന്നുമില്ല പറയാം, ഒരു രക്ഷയില്ല. സൂപ്പർ. താങ്ക് യു മിയ. പ്രജോദേട്ടാ. കിഷോറെ, ബിജു സജി കൗണ്ടർ അടിച്ച് തകർത്തു എന്ന് പറയാം. അത്രയ്ക്ക് കൗണ്ടറായിരുന്നു.
ഇതിന്റെ ഏറ്റവും രസം എന്ന് വെച്ചാൽ ഇതിന്റെ ടൈമിംഗ് ഭയങ്കരമാണ്. കാര്യം ഒരു പേര് പറയാൻ എടുക്കുന്ന ഒരു എഫേർട്ട്, അതായത് ഒളിമ്പ്യൻ, അത് അസാധ്യ പരിപാടിയാണ്. ഉഗ്രൻ ടൈമിംഗ്. അത് തന്നെ തിരിച്ചും മറിച്ചും ഇവിടെ മാറി എന്ന് സംസാരിക്കുന്ന ഒളിമ്പ്യൻ, ഞാൻ ഒളിമ്പ്യൻ എന്ന് പറയുമ്പോൾ നമ്മള് അത് ഭയങ്കര ലൈഫായിരുന്നു കേട്ടോ നിങ്ങളുടെ ഓരോ സംഭവങ്ങളും. കാര്യം ഇതിനകത്ത് നല്ല സ്പീഡായിരുന്നു, ഉഗ്രൻ ടൈമിംഗ്. അതുപോലെ ജാവലിന്റെ കാര്യം പറഞ്ഞു. പിന്നെ നെയ്മർ, അതായത് മൈനർ, അതെങ്ങനെ നെയ്മറായി. ഇപ്പം നമ്മൾ വേറെ ഒരു കൗണ്ടർ ആയിരിക്കും പ്രതീക്ഷിക്കുന്നത്, പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു സാധനം കൊണ്ടുപോയി. എല്ലാ കൗണ്ടറുകളും നല്ല സ്പീഡും നല്ല ടൈമിങ്ങും, എന്താ പറയുന്ന നമ്മൾ ഒരു ഫുട്ബോൾ കളി കാണുന്ന പോലെ നല്ല കൗണ്ടറൊക്കെ അടിച്ച് നിങ്ങൾ മത്സരം ജയിച്ചു എന്ന് തന്നെ പറയാം. അടിപൊളി. ജീവ, നീ നന്നായിരുന്നടാ. നല്ല രസമായിരുന്നു. കാര്യം നീ ആദ്യമായിട്ട് ചെയ്യുന്നതാണെന്ന് ഫീൽ ചെയ്യത്തില്ലായിരുന്നു. നല്ല രസമായിരുന്നു. നിങ്ങൾ കുഴപ്പമില്ലായിരുന്നു. ജീവൻ അത്ര ജീവനില്ലായിരുന്നു. കാര്യം അങ്ങനെ തുടക്കം മുതൽ അവസാനം വരെ അത് തന്നെ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടാതെ അടുത്ത് വരുമ്പം ഇവിടെ വന്ന് ഇവരുടെ സംസാരിക്കും. അപ്പോഴത്തോട്ട് കളിച്ചു തുടങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. റിഹേഴ്സലിന് വരൂല, അതാണ്. റിഹേഴ്സലിന് കറക്റ്റ് ഇല്ലാത്തോണ്ടാ ജീവ. അടുത്ത പ്രാവശ്യം മുതൽ ഞാൻ ശരിയാക്കിക്കോളാം. അത് ശരിയാക്കണം. കാര്യം നമ്മളിവിടെ 3-4 ദിവസം അതിനു വേണ്ടി തന്നെ റിഹേഴ്സലും ഗ്രൂമിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. അത് അവിടെ പറഞ്ഞു തരുന്നത് മാത്രമേ നീ ഇവിടെ ചെയ്യാവുള്ളൂ. എൻഡിൽ ചെയ്യാനാണ് പറഞ്ഞത്, നീ അത് തുടക്കത്തിലേക്ക് തുടക്കം മുതലേ. എന്തായാലും എനിക്ക് സ്പോർട്സുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളാണ്. പക്ഷെ ഞാൻ ഒരുപാട് ചിരിച്ചു. അങ്ങനെ ഒരു കാര്യത്തിനോട് ഒരുപാട് ബന്ധം വേണമെന്നില്ല നമുക്ക് ചിരിക്കണമെങ്കിൽ. ചിരിപ്പിക്കാൻ കഴിവുണ്ടെങ്കിൽ ചിരിച്ചിരിക്കണം. അത് കാണുന്നവരുടെ ഒരു ഇഷ്ടമാണത്. നിങ്ങൾ അതേപോലെ ചിരിപ്പിച്ചു. ഇതിൻ്റെ അകത്ത് പല കാര്യങ്ങളും നിങ്ങളെ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും ചർച്ച ചെയ്ത് നമ്മൾ കേട്ടിട്ടുണ്ടെന്നല്ലാതെ കണ്ടിട്ടില്ല. ഒരു ഇങ്ങനെയുള്ള കായികപരമായിട്ടുള്ള ഒരു പരിപാടികൾ ഞാൻ കാണാത്ത ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ. എന്നാലും സ്കൂളിൽ പോലും ഒരു ഓട്ട മത്സരത്തിന് പോലും കൂടിയില്ലേ? ഇല്ല, പരിപാടി കഴിഞ്ഞ് ഓട്ടം ഉള്ളതുകൊണ്ട് പിന്നെ സ്കൂൾ. പിന്നെ അവിടെ അതിന്റെ ആവശ്യമില്ല. കാര്യം ഒന്നിലെ ഫ്രണ്ടിൽ ഓടുന്ന ഇവനായിരിക്കും, പുറകിലോടുന്ന ഞാനായിരിക്കും. അങ്ങനെ ഒരു ടീം വർക്കാണത്. അത് പോട്ടെ. എന്തായാലും ഗംഭീരമായിരുന്നു, രസമായിരുന്നു. നമുക്ക് ഈ ആശയ ദാരിദ്ര്യം ഇപ്പോഴും ഒരു വലിയ പ്രശ്നം തന്നെയാണ്. ഈ പുതിയ കോണ്ടന്റുകൾ കിട്ടാതെ വരുമ്പോൾ നമ്മൾ പഴയ തുറന്നെടുത്ത് പുതിയ കുപ്പിക്കകത്തേക്ക് ആക്കാൻ ശ്രമിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ഇതെന്നാ കമ്മിറ്റിക്കാരും പറയുന്നത് നിങ്ങൾക്ക് ആശയം. എന്തായാലും ഇത് സ്പോർട്സിൻ്റെ ഇൻ്റർവ്യൂകൾ ഇതൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. പക്ഷെ ഭയങ്കര വ്യത്യസ്തമായിട്ടുണ്ടായിരുന്നു. ഇത് നല്ല രസമായിരുന്നു. ഉള്ളത് നല്ല ഫാസ്റ്റായിട്ടും നല്ല ടൈമിങ്ങിലും നിങ്ങളത് കളിച്ചു തീർത്ത്. ക്ലൈമാക്സ് നന്നായിരുന്നു, അടിപൊളിയാണ്. അപ്പൊ നമുക്കിനി മാർക്ക് വാങ്ങിക്കാം. മാർക്ക് കുറഞ്ഞാൽ മാർക്ക് കൂടിയാ തരുമോ? ഇല്ലല്ലോ. ഓക്കെ, അപ്പം ആദ്യം നമുക്ക് നസീർക്ക എത്ര മാർക്ക്? ഞാനൊരു 10,000 രൂപ കൊടുക്കുന്നു. ശരി കണ്ടോ, 10,000 രൂപ ആദ്യം തന്നെ കിട്ടി. പറഞ്ഞു കേട്ടാ, ഞാനൊരു 10,000 രൂപ. 20,000 രൂപ. അപ്പൊ അറിഞ്ഞ് കൊടുക്കുക. 45,000 രൂപ. ആയിരുന്നു 5,000 ക്ലൈമാക്സിന്റെയും എക്സ്ട്രാ വന്ന ആൾ. അപ്പൊ ഇനി ഉഷാറായിട്ട് ഇതേപോലെ എക്സ്ട്രാ ആർട്ടിസ്റ്റ് 50 കിട്ടണ്ട 5 കുറച്ചതാണ് കാരണം. അല്ലാതെ പുറത്തോട്ട് വരട്ടെ ചേട്ടാ. ശരി കൊട്ടേട്ടാ. ബൈ ബൈ ചേട്ടാ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെയിലൂടെ വന്ന് ഇപ്പൊ ഒരുപാട് ഫാൻസ് ഉള്ള ഒരു ടീമാണ് വരാൻ പോകുന്നത്. കുറെ സ്കിറ്റുകൾ ഭയങ്കര വൈറലായിട്ടുണ്ട്. അവരുടെ കൂടെ ഇപ്പം സുജിത്ത് വരുന്നില്ല. സുജിത്തിന് തന്നെ പുതിയ ഒരാളാണ്. രാജേഷ് കൊട്ടാരത്തിൽ, ഹരി ആൻഡ് അഭിലാഷ്. എല്ലാ മനുഷ്യരുടെ ആഗ്രഹമല്ലേ ഒരു വീട്. ഞാൻ ഗൾഫിന് പോയി കഷ്ടപ്പെട്ട് ഇത്തിരി പൈസ കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് ഒരു വീട് വെക്കണം. പക്ഷെ അളിയൻ ഭയങ്കര ഉടക്കാം. എന്തുവാന്ന് എനിക്കറിയത്തില്ല. ഇതിലെല്ലാം പോട്ടെ, വല്ലാത്തൊരു മേശരിയാണ് ഞാനിപ്പോൾ ഈ പണി ഏൽപ്പിച്ചേക്കുന്നത്. പുള്ളിയെ വിളിച്ച് അതിനെക്കാട്ടി വലിയ നാശം. എന്തോ ചെയ്യാനാന്ന് പറഞ്ഞു. നമ്മുടെ ഗ്രഹപ്പഴ സമയം ഇത്. ഹലോ ഹലോ, ആ മേശരി, നിങ്ങളിതെവിടാ? ഇതാരാ ഇത്? ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ പെരയ്ക്ക് കുറ്റി വെക്കണമെന്ന്. എന്നിട്ട് എന്താ വരാത്തെ? നിങ്ങൾ എവിടെ നിൽക്കുവാ? ഞാൻ ഈ പ്ലാവും ചോട്ടി നിൽക്കുവാ. കൊള്ളാം. ഇനി അവിടുന്ന് ചക്ക അളത്തി പറക്കി വേവിച്ച് തിന്നിട്ട് ഇനി എപ്പ വരാനാ? എടാ, നിനക്ക് പ്ലാവും കുറ്റി വേണ്ടായോ? കുറ്റി വെട്ടാൻ നിൽക്കുവാന്ന്. പ്ലാവും കുറ്റി ഒന്നും വേണ്ട, നിങ്ങൾക്ക് വന്നാൽ മതി. കുറ്റിയൊക്കെ ഇവിടെ ഉണ്ട്. ശരി ശരി. വഴി അറിയാമോ? വഴി എനിക്ക് ആ ജംഗ്ഷനിൽ വന്നിട്ട് എങ്ങോട്ടാ വരണ്ടേ? ജംഗ്ഷനിൽ വന്നിട്ടേ ഇച്ചിരി മുമ്പോട്ട് വരുമ്പോൾ വലത്ത് സൈഡിൽ ഒരു ആലുണ്ട്. ആലിന്റെ അവിടുന്ന് ശകലം മുമ്പോട്ട് വരുമ്പോൾ വലത്ത് സൈഡിൽ കാണുന്നത് സോമന്റെ വീടാ. നമ്മുടെ തങ്കമ്മയുടെ വീട്. തങ്കമ്മയുടെ ഭർത്താവായി സോമൻ. അവിടുന്ന് വീണ്ടും മുമ്പോട്ട് പോകണം. മുമ്പോട്ട് ചെല്ലുമ്പോ വീണ്ടും വലത്ത് സൈഡിൽ ഇരിക്കുന്ന വീട് സുരേഷിന്റെയാ. സുരേഷ് നമ്മുടെ വസന്തയുടെ വീടെന്ന് പറ.
എടാ വസന്തയുടെ ഭർത്താവായി സുരേഷ്. ആണോ? ആ. ഓഹോ. എടാ ഇവന്മാർ രണ്ടുപേരും 1-ാം ക്ലാസ് തൊട്ട് 10-ാം ക്ലാസ് വരെ എന്റെ കൂടെ പഠിച്ചെന്ന്. എന്നിട്ടും അവന്മാരുടെ പേര് അവൻ അറിയില്ല. ഹലോ മേശ്രി, പറഞ്ഞോ, കേക്കാം. കേക്കാമോ? ആ. അത് കഴിഞ്ഞ് അടുത്ത പുരയിടമാണ് എന്റേത്. ആ, നമ്മുടെ ശരണ്യയുടെ വീട്. ശരണ്യയുടെ ഭർത്താവായി ഞാൻ. നീ ഗൾഫിലല്ലായിരുന്നോടാ? ഞാൻ ഇന്നലെ രാത്രിയല്ലേ വന്നേ. എന്ന് പോവും? ഓ, അവൻ അതറിയണം. ഹലോ മേശ്രി, ഓ, നിങ്ങളെ ഇവിടെ വന്ന് കുറ്റി വെച്ചിട്ട് വേണം എനിക്ക് പോകാൻ. ആ, ഞാൻ കുറ്റി വെച്ചിട്ട് നീ അങ്ങ് പൊക്കോ. ഞാൻ ഓക്കെ ആണേ. ആ, ഓക്കെ. ഞാൻ വരണേ. മേശ്രി, ഞാൻ പറയാൻ കാരണം ഈ അളിയന്റെ കാര്യം ഒന്ന് വെച്ചോ. ഇത് മേശ്രി, പിന്നെ എങ്ങനെ എന്റെ കാര്യം നടക്കുമെന്ന് പറ. കുറ്റി എന്തിയെ? ചെവക്കുറ്റിയാണോ? ആ, അത് ഞാൻ തല്ലി പൊട്ടിക്കും. അയ്യോ, നിങ്ങ പൊട്ടിക്കാനെ കൊണ്ട് ഈ കുറ്റി അടുത്തല്ലോ എവിടെ പോയാളിയാ? എന്തോ നിന്റെ പ്ലാൻ? പറഞ്ഞല്ലോ, അളിയനെ കാണിച്ചില്ലല്ലയോ? അളിയ, ഇതാ നമ്മളിപ്പം വെക്കുന്ന പ്ലാൻ. വലിയ സെറ്റപ്പ് ഒന്നുമില്ല. ഒരു 5-6 മുറിയും ഒരു 2-3 സിറ്റ് ഔട്ടും ഒക്കെ വെച്ച് ചെയ്യാനൊക്കെ ഉണ്ട്. നിന്റെ വീടിന്റെ പ്ലാൻ അല്ല ഞാൻ ചോദിച്ചു. പിന്നെ എന്തുവാ നിന്റെ ഉദ്ദേശം? കണ്ണീ കുത്തരുത്. ഞാനോ? അല്ല, ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. എന്താ നിന്റെ ഉദ്ദേശം? എന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ 3 സെന്റിനകത്ത് നല്ലൊരു വീട് വെക്കണം. എന്നിട്ട് പിന്നെ പാല് കാച്ച് നടത്തിയിട്ട് ഗൾഫിലോട്ട് അങ്ങ് പോകണം. നടക്കത്തില്ല മോനെ, നടക്കത്തില്ല. ആരും ഇതുവരെ ഗൾഫിന് നടന്നു പോയിട്ടില്ല. എല്ലാരും ഫ്ലൈറ്റിനായി പോന്നേ. കൂടിട്ട് കളിപ്പിക്കരുതേ. നിന്റെ പെങ്ങളെ ഞാൻ കല്യാണം കഴിച്ചപ്പോൾ എനിക്ക് ഓഹരി വന്നോ ഈ 3 സെന്റ് സ്ഥലം? ആണോ? അവിടെ ഞാൻ വീട് വെക്കാൻ വെച്ച പൈസ എടുത്തോളം നിനക്ക് ഗൾഫിന് പോകാൻ തന്നേ. നീ എന്നോട് എന്തോ പറഞ്ഞേ? 2 വർഷം കഴിയുമ്പോ തിരിച്ചു തരാന്ന്. അങ്ങനെ പറഞ്ഞേ? ആണോ? ഇപ്പം വർഷം 5 ആയില്ലയോടാ? സംശയം. നീ വന്നിട്ട് നീ ഇപ്പൊ അവിടെ വീട് വെക്കാൻ പോകുന്നു ഇല്ലേ? അപ്പൊ നീ കാണിക്കുന്ന തെറ്റല്ലയോ? ഇത് എന്തുകൊണ്ട് നമ്മൾ സമ്മതിക്കത്തില്ല? എടാ, നിന്റെ ഒന്നും വിളച്ചില്ല. എന്റെ അടുത്ത് നടക്കത്തില്ലെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. അപ്പൊ നീ ഞാനേതാണ്ട് പറഞ്ഞോ? ഞാനാ പറഞ്ഞേ? ആ വരുന്ന ആളാ. ഓ, അപ്പൊ നിനക്ക് പറയാൻ പറ്റാതെ നീ പുറത്തുനിന്ന് ആളെ വെച്ച് പറയിപ്പിക്കുവാ? എന്റെ അളിയാ, ഇത് എനിക്ക് വീടിന് കുറ്റി വെക്കാൻ വന്ന മേശരിയാ. കുത്തുന്ന എനിക്കൊന്ന് കാണണം. എടാ, ഞാൻ പറയുന്നേ ഒന്ന് കേക്ക. നീ കട്ട് ചെയ്യ. ഇവിടെ അങ്ങോട്ട് ലഹളയാ. അത് കഴിയിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാം. വെച്ചേരെ. ശരി. കാര്യങ്ങളൊക്കെ എന്തുവായി? കാര്യങ്ങളൊക്കെ ഒരുവിധം ആക്കി വെച്ചേക്കുവാ. മേശരി എവിടെ ആയിരുന്നു? ഞാൻ കുറ്റി വെക്കാൻ പോയതില്ലയോ? ഇവിടെ ഒരു കുറ്റി വെക്കാൻ നേച്ചു വേറെ വെക്കാൻ പോയേക്കുവാ. ഞാൻ സിലിണ്ടർ കുറ്റി വീട്ടിൽ കൊണ്ട് വെക്കാൻ പോയാ. അതാണോ ഇപ്പൊ കാര്യം? അത് പോട്ടെ. ഇപ്പൊ വിളിച്ച നമ്പർ ഇല്ലയോ? ആ നമ്പറിൽ ഒന്നുകൂടെ ഒന്ന് വിളിച്ചേ. അതപ്പോ നിങ്ങളുടെ നമ്പർ അല്ലേ? എന്റെ നമ്പർ തന്നെ. അത് ഞാൻ ഇവിടെ വന്നോന്ന് എനിക്കൊരു ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ്. അത് കാര്യം എന്താണെന്നറിയാമോ? ഇതുപോലെ പല സ്ഥലത്തും എന്നെ കുറ്റിവെക്കാൻ വിളിച്ചിട്ടുണ്ട്. സമയത്ത് ഞാൻ അവിടെ ചെല്ലുന്നില്ലെന്നാ ഇവരുടെയൊക്കെ പരാതി. അതൊന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയാ. നല്ല പാർട്ടി എനിക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇവിടെ അപ്പൊ ഈസ്റ്റ് എവിടാ? ഈസ്റ്റ് ഞാനിപ്പോ ഓർത്തോ അളിയോ ഇതുവോ അടക്കണ്ടോ? എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വിളിക്കുമ്പോ അങ്ങനെയാണോ വിളിയേക്കുന്നേ? അളിയാ, ഒരു ഉപകാരം ചെയ്യാം അളിയാ. ഞാൻ അങ്ങ് മറന്നുപോയി. സജിയുടെ കടച്ചിട്ടുണ്ട് ഒരു ഈസ്റ്റ് മേടിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ഈസ്റ്റ് എന്നളിയാ 10-16 കുറ്റിയെ കണ്ട് വെക്കണം. ഇതെല്ലാം കൂടി ഇനി പതച്ച് പൊങ്ങാനാണോ പുളിച്ച് പൊങ്ങാനാണോ? അതാണോ ഞാൻ ചോദിച്ചത്? പിന്നെ ഇവിടെ പടിഞ്ഞാറല്ലോ കിഴക്ക്? എന്റെ മേശി ഇവിടെ കിഴക്ക്. ആണോ? ചിലടത്തെ ദിക്ക് തിരിയും. അതുകൊണ്ടായോ ചോദിച്ചത്? വേണ്ടായോ? അപ്പൊ നീ ഇപ്പോഴും അതേ കാര്യം പിടിച്ചോണ്ടിരിക്കുവാന്നോ? അത് വേണ്ടല്ലേ, അത് വിട്ടേര്. പിന്നെ ഞാൻ പറഞ്ഞ ലിസ്റ്റും പ്രകാരമുള്ള സാധനമൊക്കെ വാങ്ങിച്ചായിരുന്നു. എല്ലാ സാധനവും ഉണ്ട്. വാഴയില ഉണ്ടോ? നീ ഇവിടെ ഇലയപ്പം ഉണ്ടാക്കാൻ പോ. എടാ, പഴം എന്തിയേ? ഞാൻ നിൽക്കുന്ന കണ്ടില്ലയോ? എന്താളിയോ ചുമ്മാ കളി, നല്ലൊരു ചാടകം നടക്കുവാളിയാ. എടാ, ഒരു കാര്യം ചെയ്യ്. നിങ്ങൾ പഴവും തേങ്ങയൊക്കെ എടുക്കാതെ ആ പ്ലാൻ ഇങ്ങോട്ടെ. മേശ്ശേരി, ഇതാ പ്ലാൻ കേട്ടോ. ആഹാ, നീ കാക്കക്കൂടാന്ന പണിയുന്ന അതോ കെട്ടിടം പണിയാൻ പോവാ? വീട് കണ്ടിച്ചെത്തുവാ. പിന്നെ അത് ഞാൻ പേന തെളിവ് കുത്തി വരച്ച് നോക്കിയതാ. തിരിച്ചടി ഇങ്ങനെ. ഇത് കൊള്ളാമല്ലോ. ഇതാരാ വരച്ച്? നമ്മുടെ ഒരു കൂട്ടുകാരൻ. നല്ലതായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ സ്ഥലം എത്ര സെന്റ് ഉണ്ടെന്നാ പറഞ്ഞു? ഇത് 3 സെന്റും ഉണ്ട്. 3 സെന്റ് സ്ഥലത്തിലാകുമ്പം 4 ബെഡ്റൂം, പിന്നെ സിറ്റ് ഔട്ട്, ബാത്റൂം, കാർ പോർച്ച്, അടുക്കള. അപ്പൊ അപ്പുറത്ത് പണിയേണ്ടി വരും. പിന്നെ ഓടിക്കോ. എന്തുവാളിയാ? അത് എന്റെ സ്ഥലമാ. 3 സെന്റ് സ്ഥലം കേട്ടല്ലോ. അവിടെ കുത്താൻ പറ്റത്തില്ല പറഞ്ഞു കേട്ടല്ലോ. നീ അളിയനും മളിയനും ഒക്കെ ആയിരിക്കും. വിളച്ചൽ എന്റെ അടുത്ത് എടുക്കരുത്. ഞാൻ മേശരിയാന്ന് ഞാൻ കുത്തും. നീ കുത്തുന്നുണ്ടെങ്കിൽ നീ മേശരിയല്ല, നീ മുഷിയായിരിക്കും. എന്തോ ചെയ്യാനാ ചെന്ന് വാങ്ങിക്ക് പറ്റിയോ? മേശരിക്ക് ഒരു കാര്യം അറിയത്തില്ല. നീ പറയാതെ ഞാൻ എങ്ങനെയാടാ അറിയുന്നു? എന്നാ കേട്ടോ, ഞാൻ അവന്റെ പെങ്ങളെ കല്യാണം കഴിച്ചാ. എനിക്ക് വീതം തന്ന സ്ഥലം ഇത്. ഇവിടെ വീട് വെച്ചേക്കുന്ന പൈസ അവൻ ഗൾഫിന് പോയി. ഇപ്പൊ എന്നിട്ട് അവൻ വീട് വെക്കുക. ഞാനും എന്റെ ഭാര്യയോട് ഇപ്പൊ വാടക വീട്ടിലാണ് കഴിയുന്നത്. പിള്ളേരെന്ത്? അത് കൊള്ളാം. കല്യാണം കഴിച്ചപ്പോ അവള് നേർച്ചയിട്ടില്ലയോ? എന്തുവാ? ഒരു കുഞ്ഞിക്കാലി കണ്ടിട്ട് ഒരുമിച്ച് കിടക്കത്തുള്ളൂ. അയ്യോ, അതങ്ങനാണ്. എനിക്കറിയാൻ വയ്യേ. വേറെ കാര്യം അറിയാവോ? ഇവന്റെ പെങ്ങളെ ഞാൻ കല്യാണം കഴിക്കുമ്പോ ഈ ചെറുക്കനാണെങ്കിൽ കുരിശ് 2 പഠിക്കുക. നമ്മുടെ കുരിശ് വെള്ളക്കുടത്തില്. അതാണോ? പിന്നെ ഒന്ന് പറഞ്ഞു പറ.
മേശ്ശേരി അളിയൻ പറഞ്ഞ എന്താണെന്നറിയാം? കുരിശിലുണ്ടെന്ന് പറഞ്ഞ +2. ഞാൻ +2 പഠിക്കുവാണ്. സമയം എന്തോ മേശ്ശേരി? 9:45. മുരുകൻ ആ ഫ്ലൈറ്റ് ഓടിക്കുന്നത്. മുരുകനല്ല, ജോൺസണാ. മുരുകനായിരുന്നു ആ മേഘത്തിന്റെ ഇടയിൽ കൂടെ ഒക്കെ ഇട്ട് വെട്ടിച്ച് പറപ്പിച്ച് വിട്ടേന്. ഞാൻ ഇതിന്റെ ഫുട്ബോളെ വരെ നിന്ന് യാത്ര ചെയ്തിട്ടുണ്ട്. പിന്നെ സന്തോഷിക്ക് വന്നേ. എടാ ഞാൻ അന്നേ മാസത്തിൽ ഒരു 3 തവണയെങ്കിലും ഇവിടുന്ന് ഗൾഫിൽ കുറ്റിവെക്കാൻ പോകുന്നതാ. ആണോ? ഞാൻ ഈ സഞ്ചിയും തൂക്കിയിട്ട് ഈ പ്ലെയിന്റെ പുറത്തിരുന്നാ പോകുന്നത്. ഫ്ലൈറ്റിന്റെ പുറത്തോ? പിന്നെ അതെങ്ങനാ? നിനക്ക് ഫുട്ബോളായിരുന്നു വാങ്ങി, പിന്നെ എനിക്ക് പുറത്ത് കയറിയിരുന്നു വന്നതിന് എന്ത് വേണ്ടായിരുന്നു. അവനിപ്പൊ ഈ പറഞ്ഞില്ലേ ഈ മിണ്ണ വർത്താനം, എനിക്ക് അവിടെ പിടിച്ചില്ല. ഞാൻ അവന് ഈ ഇത് ഇവിടെ അടുക്കള വെക്കാൻ വേണ്ടി സ്ഥലം കൊടുക്കാൻ തീരുമാനിച്ച. ഞാൻ കൊടുക്കത്തില്ലേ? ഞാൻ അന്നെ കൊടുക്കട്ടെ. ഞാൻ കൊടുക്കത്തില്ല. അങ്ങനെ വേണം. എന്റെ എന്തോ കുറ്റമല്ലേ അവൻ പറഞ്ഞു. ഞാൻ പറയുന്ന മേശ്ശേരി കേക്ക്, ഇവൻ കാണിച്ച മണ്ടത്തരം കേൾക്കണം. കഴിഞ്ഞ ആഴ്ച ഭയങ്കര ഇടിയും മഴയും കേട്ടോ. ഇടിയും മഴയും പെയ്തപ്പോ ഇവൻ രാത്രി മിറ്റത്തിറങ്ങിട്ട് ആകാശത്തോട് നോക്കി ഭയങ്കര ചീത്ത വിളി. അതെന്തിനാടാ? ഇടിവെട്ടിയില്ലയോ? അതിനു മുമ്പേ മിന്നൽ അടിച്ചില്ലെന്ന് അവന്റെ പരാതിയാ. വേറെ മണ്ടത്തരം കേൾക്കണോ? ഞങ്ങളെല്ലാം കൂടി സീരിയൽ കാണുമായിരുന്നു കേട്ടോ. അപ്പൊ സീരിയൽ കണ്ടപ്പോഴേ നായികയുടെ അമ്മ കിടന്ന് കരയുവാ. ഈ മാസം വീടിന് വാടക കൊടുക്കാനില്ലെന്ന്. കൊണ്ടാന്ന് അടിച്ചു പൂക്കുറ്റിയാ. ഇത് കണ്ടോണ്ട് ഇയാൾ എന്തെന്നറിയോ? പോക്കറ്റിന്ന് പൈസ എടുത്തിട്ട് റിമോട്ടിനകത്ത് എടുത്ത് വെച്ചിട്ട് പറയാം ഞാൻ ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ട്, നാളെ ഇതും പറഞ്ഞ് സീരിയൽ വരാതിരിക്കല്ലേ എന്ന്. ഇതുപോലെ ഒരാളിയൻ എനിക്കുണ്ട്. ഇതുപോലെ ഒരു ദിവസം കണ്ടത്തിലോട്ട് ഇറങ്ങി ചെന്നപ്പോ ഇത്രയും നീളമുള്ള ഒരു അളിയൻ, അളിയൻ പോലും വരാല്. ഈ വരാലിനെ പിടിച്ചോണ്ട് ഈ അളിയൻ വീട്ടിൽ കൊണ്ടുവന്നിട്ട് പെണ്ണുമ്പിള്ളയുടെ കൊടുത്തിട്ട് പറഞ്ഞു ഒന്ന് കറി വെക്കാൻ. പെണ്ണുമ്പിള്ള പറഞ്ഞു കൊല്ലത്തില്ല. ആര് പറഞ്ഞു കൊല്ലത്തില്ലെന്ന്? കൊല്ലത്തുണ്ട് അത് വരാല്. ഞാൻ കണ്ടിട്ടുണ്ടോ ഇല്ലയോ? ശരിയാ, കൊല്ലത്ത് വരാലുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. എടാ അതല്ലെന്ന്, ഈ വരാലിനെ കൊല്ലത്തില്ലെന്ന്. ഈ അളിയൻ എന്തോ എന്നറിയോ? ഒരു ബക്കറ്റ് വെള്ളം എടുത്തോണ്ട് ഇങ്ങോട്ട് വന്നിട്ട് ഈ വരാലിന്റെ തല പിടിച്ചിട്ട് ഈ വെള്ളത്തിലോട്ട് മുക്കി ഒരു 1/2 മണിക്കൂർ അങ്ങ് പിടിച്ചോണ്ടിരുന്നു. അതെന്തിനാ? ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ. എന്നിട്ട് ചത്തോ? ആഹാ, ഇതിലും ഭേദം എന്റെ അളിയനാ. എന്തോ ചെയ്യാന്ന് പറ മേശ്ശേരി. സംസാരിച്ചിരിക്കാൻ സമയമില്ല. ഇതിന്റെ കാര്യങ്ങളെല്ലാം നടന്നിരിക്കും. നമുക്ക് സെറ്റ് ഔട്ട് ചെയ്യണം. സെറ്റ് ഔട്ട് ചെയ്യുമ്പോ ഇത് നോക്കുമ്പോഴ് 3 സെന്റ് വസ്തു ഇല്ലയോ? ഇത് അതിര്. ഇത് അതിര് വരുമ്പോൾ ഇവിടെ വായു കോണ്, ഇവിടെ അഗ്നികോണ്, ഇവിടെ വീഡിയോ കോൺ. പിന്നെ നിനക്ക് വാഷിംഗ് മെഷീൻ വെക്കണ്ടായോ? അതൊക്കെ ഇപ്പോഴാണോ? 100 കൂട്ടം വേറെ അല്ലാതെ നമുക്ക് ഇതിനകത്ത് പണിയില്ലയോ? വാഷിംഗ് മെഷീൻ ഒക്കെ പിന്നെ ചെയ്തോളാം. ഇതിനകത്ത് വേറെ മുറികളെ കൊടുത്തിരിക്കേ. അപ്പൊ ഒരു കാര്യം ചെയ്യാം നമുക്ക്. ഈ 3 സെന്റിനകത്തിൽ ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ 4 ബെഡ്റൂം അങ്ങ് അടിച്ചിടാം. അപ്പൊ അടുക്കള ഒരു കാര്യം ചെയ്യും, പുറത്ത് പോയി ആഹാരം കഴിക്കും. അപ്പൊ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട ഒരു വീട് വെച്ചിട്ട് ഞാൻ പുറത്ത് പോയി ആഹാരം കഴിക്കാം? പിന്നെ പുറത്ത് ഇവിടെ സ്ഥലമില്ലല്ലോ, അളിയെ സമ്മതിക്കത്തില്ലല്ലോ. ഞാൻ സമ്മതിക്കത്തില്ല. അയ്യോ മേശി, അപ്പൊ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട് ഇതിനകത്ത്? എടാ അടുക്കള ഇല്ലേ, പിന്നെ അച്ചാച്ചിയുടെ ബാത്റൂം ഇതിനകത്ത് കൊണ്ട് വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അച്ചാച്ചിയുടെ അല്ലെന്ന്, അറ്റാച്ച്ഡ് ബാത്റൂം ഇതിനകത്തുണ്ട്. എടാ ഇതൊക്കെ ഒരു കാര്യം നീ കേക്ക്. ഈ അച്ചാച്ചിയുടെ ബാത്റൂം ഒന്നും ഇതിനകത്ത് വേണ്ട. നമ്മൾ ഈ വെളിയിൽ ആഹാരം പോയി കഴിക്കാൻ സ്ഥലത്തുണ്ടല്ലോ, ഇതെല്ലാം സെറ്റപ്പ് ഉണ്ട്. അത് കഴിഞ്ഞ് ഇങ്ങനെ പോകുന്ന പറഞ്ഞപ്പോരായോ? അത് ഒരു കാര്യം ചെയ്യും, കയറെടുക്ക, നമുക്ക് അങ്ങ് സെറ്റ് ഔട്ട് ചെയ്യാം. അളിയാ പിടിയാളിയാ, ഒന്ന് പേടിക്കാളിയാ, എന്തൊരു ആവശ്യം വരുമ്പോ മടിച്ചായി ചെയ്യണോ? ഒന്ന് വലിച്ചുപിടി. ഞാൻ നോക്കട്ടെ. ഒരു മിനിറ്റ്, ഇച്ചിരി ഇടത്തോട്ട് മാറ്റി വിട്ടു. ഇടത്തോട്ട് ശകലം ലൂസായില്ലേ? മേശ്ശേരി അങ്ങനെ അറിഞ്ഞു? എന്നെ പൊന്നെ, നമ്മൾ ഇത് വല്ലതും അറിയുന്നോ? നമ്മൾ പെങ്ങളെ അങ്ങ് കെട്ടിച്ചു കൊടുക്കുകയും ചെയ്തു. നാട്ടുകാർ പറയുമ്പോഴാണ് നമ്മൾ ഈ വിഷയം അറിയാം. ഈ കയറ് ലൂസ് അല്ലായിരുന്നു. കയറോ? അങ്ങനെ പറയണ്ടേ? പിന്നെ പുറം തിരിഞ്ഞിരിക്കുന്നു. അളിയാൻ പിണങ്ങിയെന്ന് തോന്നുന്നു. അങ്ങനെ ഇരിക്കട്ടെ, ഇവിടെ അളിയൻ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചാൽ മതി. അതേ ഉള്ളൂ. ഇപ്പൊ വലിച്ചുപിടി. ടൈറ്റ് അല്ലയോ? അത് മേശ്ശേരിക്ക് അറിയാൻ വയ്യാത്ത വിഷയമൊന്നുമില്ലല്ലോ. ടൈറ്റാന്നോ? ഒന്നും തികഞ്ഞില്ല. ഞാൻ പിന്നെ ബാങ്കിൽ പോയി, അവിടെ നിന്ന് ലോൺ എടുത്തു, പിന്നെ കുടുംബശ്രീയിൽ നിന്ന് ലോൺ എടുത്തു. ടൈറ്റോടെ ടൈറ്റ്. ആ ടൈറ്റിന്റെ കാര്യമാണോ ഞാൻ പറഞ്ഞു? നിന്റെ പൈസയുടെ ടൈറ്റിന്റെ കാര്യമല്ല. ഈ കയറ് ടൈറ്റാനിക് അല്ലയോ? ടൈറ്റാനിക്കോ? പിന്നെ എനിക്ക് മുങ്ങുണ്ടായോ? നീ മുങ്ങ വരാല് മുക്കുന്നവരെ മുക്കി കൊല്ലും ഞാൻ. നോക്കൂ മേശ്ശേരി, അവൻ ആദ്യം ഇതേയും പറയും. മേശ്ശേരി അങ്ങനെ പോകരുത്. ഒന്നാമത് ഈ 3 സെന്റ്, ഈ അളിയന്റെ ഈ 3 സെന്റ്. ഞാൻ പറയാൻ കാരണം എന്നാന്ന് ചോദിച്ചാല്, നമ്മളിപ്പോ ഇങ്ങനെ കയറ് പിടിച്ചില്ലേ, മേശ്ശേരി അതിന്റെ അറ്റത്തൊന്ന് പിടിച്ചേ. ഇങ്ങനെ പിടിച്ചില്ലയോ? അപ്പൊ ഇത് അളന്ന് തിരിക്കുമ്പം ഞാൻ ഇരിക്കുന്ന സമയത്ത് വേണം എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ ചെയ്യാൻ. അതങ്ങനെ വേണമല്ലോ. അതല്ലാതെ പിന്നെ നമ്മളങ്ങനെ ഒരു കാര്യം എന്റെ കാലം കഴിഞ്ഞാൽ നീ എന്താ പണിയാണോ ഈ കാണിച്ചേ? അളിയൻ പറഞ്ഞ കേട്ടില്ലയോ? അളി ഇരിക്കുമ്പോ വേണം എന്തെങ്കിലും ചെയ്യാനൊക്കെ ഉണ്ട്. ഞാൻ ചെയ്തു. മേശ്ശേരിയാണേ സാക്ഷി. എന്റെ ദൈവമേ, എന്റെ വീടും പോയി, വസ്തുവും പോയി. രണ്ടും കൂടെ എന്റെ തലയിലാണോട് ആ കുറ്റി അടിച്ചേ. നല്ല കൈഡ് വരട്ടെ. ഉഗ്രൻ സ്കിറ്റായിരുന്നു കേട്ടോ നസീർക്ക. കൊള്ളായിരുന്നു കേട്ടോ, രസമുണ്ടായിരുന്നു. നല്ല ഒരു സ്ക്രിപ്റ്റാണിത്.
ആ നല്ല സ്ക്രിപ്റ്റ് കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിച്ച് കളിച്ചിരുന്നേ കുറച്ചുകൂടെ രസമായനെ. എവിടെയൊക്കെയോ ചെറിയ ഓർഡ് എന്താണ് മിസ്അണ്ടർസ്റ്റാൻഡിങ് പോലെ ഫീൽ ചെയ്തു. അതായത് ഒരു ധാരണക്കുറവ് പോലെ ഫീൽ ചെയ്തു. അതിൻ്റെ ഒരു കുറവുണ്ട്. പക്ഷെ നല്ല രസമുള്ള സാധനമായിരുന്നു. നല്ല രീതിയിൽ ഇത് കളിച്ച് ഒപ്പിച്ചെടുക്കാൻ പറ്റിയേനെ. ഓർത്തെടുത്ത് പറയുന്നതായിട്ട് ചില സംഭവങ്ങളൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. അത് പാടില്ല. പുതിയ അഭിലാഷ് കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അഭിലാഷ് വേറെ ആരോ ഒരു ആർട്ടിസ്റ്റ് ചെയ്യുന്ന പോലെ ഒരു തോന്നൽ വന്നു. നമ്മുടെ ട്രിവാൻഡ്രത്തുള്ളൊരു ആർട്ടിസ്റ്റ് ചെയ്യുന്ന പോലെ. കുഴപ്പമില്ല, നല്ല രസമായിട്ട് ചെയ്തു. അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കുക. വളരെ മോശമാണെന്നല്ല പറഞ്ഞത്, നന്നായിരുന്നു. പക്ഷെ ഒന്നുകൂടെ ശ്രമിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഓക്കെ, ശരി, താങ്ക് യു. എനിക്കിഷ്ടമായി. ഒരു സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ കുറ്റിയടിക്കുക ഇങ്ങനെ സംഭവിക്കാവുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് നിങ്ങൾ കാണിച്ചത്. കുറ്റിയടിക്കലായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നിങ്ങളിതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ രസമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറച്ചും കൂടെ കോമഡി വേണമായിരുന്നു എന്നെനിക്ക് തോന്നി. സാധിക്കുന്ന പോലൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നാലും കുറച്ചും കൂടെ സംഭവങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ കുറെ കൂടെ ഇൻട്രസ്റ്റിംഗ് ആയേനെ എന്ന് തോന്നി. അത്രേ ഉള്ളൂ. താങ്ക് യു മിയ. ചേട്ടാ, ആദ്യം അഭിലാഷിന് ഗൈഡ് കൊടുക്കണം. കാര്യം ഇത്രയും നാൾക്ക് ശേഷം വീണ്ടും ഒരു സ്കിറ്റ് വളരെ രസകരമായ ആ ടീമിൻ്റെ കൂടെ നിന്ന് ചെയ്തതിന് നല്ല ഗൈഡ് അഭിലാഷിന് തരികയാണ്. പിന്നെ ഞാൻ ഇവരുടെ കാര്യം പറഞ്ഞത്, ഹരി, രാജേഷ്, സുജിത്ത് എന്ന് പറയുന്നത് ഈ അടുത്തൊരു തലമുറ സ്കിറ്റിനെ ഇഷ്ടപ്പെടുന്ന അല്ലെ സ്കിറ്റ് കളിക്കുന്ന ആൾക്കാരെ ഇഷ്ടപ്പെടുന്ന, നമുക്ക് പോൾസൺ പാസിയെ പോലെയൊക്കെ ഒരു ടീം നിങ്ങളെ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ്. അത് നിങ്ങളുടെ ഒരു കളിയുടെ ഗുണമാണ്. സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് നല്ല ക്ലാസിക് ആയിട്ട് നിങ്ങൾ കളിക്കുന്നു എന്നുള്ളതാണ്. നല്ല രസമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ ഒരു അളിയൻ എന്ന് പറയുന്നത് നിങ്ങൾ അസാധ്യ പെർഫോമറാണ് കേട്ടോ രാജേഷ്. അസാധ്യ ടൈമിങ്ങും അസാധ്യ പരിപാടിയാണ്. പിന്നെ ഹരി ലൈഫ് ഇട്ട് കളിക്കുന്ന ഒരാളാണ്. പിന്നെ ടോട്ടൽ നല്ല സ്ക്രിപ്റ്റും നല്ല ടൈമിംഗ് ഒക്കെ ആയിരുന്നു. പക്ഷേ നസീർക്ക് പറഞ്ഞ പോലെ ഒരു ചെറിയ സ്പീഡ് കുറവുണ്ടായിരുന്നു. അത് നമുക്ക് ചില സമയത്ത്, അതായത് ഇപ്പം അഭിലാഷ് വന്നിട്ട് മറ്റേ നമ്മൾ ഈ ടൈറ്റി എന്ന സാധനങ്ങളൊക്കെ പറയാനായിട്ട് ഹരി ഇവിടെ വന്നിട്ടൊക്കെ പറയുന്നുണ്ട്. ആ സാധനം ഇച്ചിരി ഒന്ന് സ്പീഡിലായിരുന്നെങ്കിൽ, ഇത്തിരി ഒരു പൊടിക്കൂടെ സ്പീഡ് കൂട്ടിയിരുന്നെങ്കിൽ ഇതിൻ്റെ ലെവൽ വേറെ ലെവലായിരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ 3 പേരും ഇനിയൊരു സ്കിറ്റിൻ്റെ ഇതിൽ നിങ്ങൾക്ക് 3 പേർക്കും ഗംഭീരമായ പേരുകളുണ്ടാകും. നിങ്ങളുടെ ടീമിന് തന്നെ നല്ല ലെവലിലേക്ക് പോകാൻ സാധിക്കും. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, പ്രചോദനം തുടങ്ങാം. അല്ല, ഞാനൊരു 8 മാർക്ക് കൊടുക്കും. 8,000 രൂപ. മിയ 9. ഓക്കെ, 17,000 രൂപ ആയിട്ടുണ്ട്. ചേട്ടാ, നൈസായിട്ട് ടോട്ടൽ ഹരി 35,000 രൂപ ആയിട്ടുണ്ട്. ഹരി പോകല്ലേ. ഹരി എന്താ ഹരിയുടെ എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഞങ്ങള് 2 ദിവസം മുമ്പാണ് ലക്ഷ്യേട്ടൻ വന്നത്. അപ്പോൾ ഞങ്ങൾ ക്യാരക്ടർ അങ്ങോട്ടും മാറി ചേഞ്ച് ആയിപ്പോയി. ഞാനായിരുന്നു ഈ മേശിരി. ഓ, ശരി. അപ്പോൾ സുജിത്തായിരുന്നു എൻ്റെ ഭാഗത്ത്. അപ്പോൾ ഇത് ഞങ്ങൾ മാറ്റി മറിച്ച് പഠിച്ചൊക്കെ വന്നപ്പോഴത്തേന് ശരി ഒരു പിന്നെ അതിൻ്റെ പാലം വന്നു. പിന്നെ കൗണ്ടറൊക്കെ ഞങ്ങളുടെ അഡ്ജസ്റ്റ്മെന്റിലാണ്. പിന്നെ അത് നസീർക്ക് എന്താണെന്നറിയോ, ഇവര് സുജിത്തിന്റെ അച്ഛൻ മരിച്ചപ്പോൾ ഇവര് ഇവിടുന്ന് ഉച്ചയ്ക്ക് സമയത്തെങ്ങാണ്ട് ഇവർ തിരിച്ച് ഒരു 6 മണിയായി അവിടെ എത്തിയപ്പം. അന്നേരമാണ് ഇതുപോലെ ഇവിടുന്ന് എന്നെ വിളിച്ച് പറഞ്ഞത് ഇതുപോലെ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരുടെ ആണെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഈ സുജിത്തിന്റെ അച്ഛൻ മരിച്ച തന്നെ ഇവിടുന്ന് വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. പിന്നെ ഞാൻ പിറ്റേ ദിവസം അടക്കത്തിന് മുമ്പ് ഞങ്ങൾ 3 പേരും കൂടെ ഇനി പോരുമായിരുന്നു. ഇനി പോന്നിട്ട് ഇവിടെ വന്നാണ് ഇതെല്ലാം സെറ്റ് ചെയ്തല്ലേ. അതിന്റെ ഒരു ചെറിയൊരു താളക്കുറവാണ് സംഭവിച്ചത്. സാരമില്ല. പിന്നെ തന്നെയല്ല, എനിക്കൊരു പേടിയുണ്ടായിരുന്നു. കാരണം ഇവര് നല്ല ഹൈപ്പിൽ നിൽക്കുന്നവർ, ഞാൻ വന്ന് കയറുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നൊരു ചെറിയ ടെൻഷൻ എനിക്കും ഉണ്ടായിരുന്നു. മോശമായില്ല. അതില്ല. ഓക്കെ, ശരി അഭിലാഷ് ചേട്ടാ, താങ്ക് യു കേട്ടോ. നമസ്കാരം, ഞാൻ ഐ സ്പെഷ്യലിസ്റ്റ് പുഷ്പൻ. ഇത് എൻ്റെ ഭാര്യ സിസ്റ്റർ ജന്തു, അല്ല സോറി സിന്ധു. നിങ്ങൾ വിചാരിക്കും നമുക്കെന്താ ഈ ഫ്ലോറിൽ കാര്യമെന്ന്. ഒരു കണ്ണു ഡോക്ടറുടെ ആവശ്യമില്ലല്ലോ. പക്ഷെ നമ്മൾ ജഡ്ജസിനെ ഒന്ന് കണ്ണ് പരിശോധിക്കാൻ വന്നതാണ്. അതെ, അത് വേറൊന്നുമല്ല, ജഡ്ജസ് അത്ര ദൂരെയല്ലേ ഇരിക്കുന്നത്. അപ്പൊ ഈ ഫ്ലോറിൽ നടക്കുന്നത് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ എന്ന് ഞങ്ങൾക്കൊരു സംശയം. ചില കോമഡിക്കൊക്കെ ഭയങ്കരമായിട്ട് ചിരിക്കുന്നു, ചിലന് ചിരിക്കുന്നേ ഇല്ല. നിങ്ങളെല്ലാവരും ചെറുപ്രായമാണല്ലോ, കണ്ണൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തിരിക്കുന്നത് നല്ലതാ. തീർച്ചയായും. എന്തായാലും ഡോക്ടർ കണ്ണിനെ കുറിച്ച് ചില നല്ല കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ പറയണോ? പറയാം. ഈ കണ്ണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. കണ്ണെന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ അവയവങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു അവയവമാണ്. ഒരു നോട്ടം മതി നമ്മുടെ ജീവിതം, കുടുംബം കോഞ്ഞാട്ടിയാവാൻ. പിന്നെ ഒന്ന് കണ്ണിറുക്കി കാണിച്ചാൽ മതി ഒരു ജീവിതകാലം മുഴുവൻ നമ്മൾ ഒരു പെണ്ണിന്റെ അടിമയാവാൻ. നിന്നെ പറ്റിയല്ല.
നല്ല ഗ്ലാമർ ആയിട്ടുണ്ട് കേട്ടോ. ജീവനെ പോലെ സുന്ദരന്മാരെ ഞാനൊന്ന് നോക്കുവോ സംസാരിക്കുകയോ ചെയ്താ ചില ആൾക്കാർക്ക് ഭയങ്കര കണ്ണുകടിയാ. അതെന്നെ പറ്റിയാണോ ഉദ്ദേശിച്ചത്? അല്ല, ഇതിനു മുമ്പ് 2 കാര്യം പറഞ്ഞത് നിങ്ങൾ എന്നെ പറ്റി അല്ലല്ലോ. അല്ല, ഇത് നിങ്ങളെ പറ്റിയല്ലോ. പിന്നെ കണ്ണിനെ കുറിച്ച് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യണം കണ്ണിനെ. കഴിഞ്ഞ ദിവസം എന്റെ കണ്ണിലെ 2 കരട് പോയി. 2000 രൂപയാ ചെലവായത്. അതൊന്നും ഇപ്പൊ ഇവിടെ പറയേണ്ട ആവശ്യമില്ല. അതിന് മുമ്പ് ഒരാഴ്ച മുമ്പേ നിന്റെ കണ്ണിൽ ഒരു പട്ടുസാരി വെട്ടിട്ട് 5000 ഉറുപ്പ്യല്ലേ എനിക്ക് ചെലവായ? പരിസരബോധം ഒന്നും എനിക്കില്ലെന്ന് അറിയാലോ. സോറി പറഞ്ഞു. അതൊക്കെ പറ. കണ്ണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, കണ്ണുകൊണ്ട് നമുക്ക് കഥ പറയാം. നിങ്ങൾ ആദ്യം നിങ്ങളുടെ വായൊന്ന് അടച്ചിട്ട് ആ കണ്ണ് കണ്ട് ബാഹുബലിയുടെ കഥയൊന്ന് പറഞ്ഞു കേട്ടു. പിന്നെ കണ്ണിനെ കുറിച്ച് കവികൾ എത്ര സുന്ദരമായിട്ടാണ് പാടിയിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടില്ലേ? കണ്ണ കണ്ണ ഓടിവാ ഓടക്കുഴലിൽ പാടിവാ കണ്ണ. ആ ഹലോ, ഞാനിപ്പോ ഫ്ലവേഴ്സിന്റെ ഫ്ലോറിലാണ് ഉള്ളത്. ആ ഞാനേ ഡോക്ടറെ കണ്ട്, ഡോക്ടറും ഭാര്യയൊക്കെ ഇവിടെ ഉണ്ട്. ഡോക്ടറെ നമസ്കാരം. ഡോക്ടറെ എന്തൊക്കെയുണ്ട്, സുഖല്ലേ? എന്നാ നീ ഐസ്ക്രീം എല്ലാം കണ്ണിനൊട്ടിച്ച് വന്നിനി? ഐസ്ക്രീം അല്ല ഡോക്ടറെ, ഇത് 1 മാസം മുമ്പ് സാറിന്റെ ക്ലിനിക്കിൽ ഞാൻ വന്നില്ലേ, അന്ന് സാർ കെട്ടിത്തന്നെയല്ലേ ഇത്. എന്ന പേരെന്താ? സുരാ. അല്ല, എന്താ ഇപ്പോ ഇവിടെ എന്താ? അല്ല സാർ, എനിക്ക് ഭയങ്കര പ്രശ്നം സാറേ. എന്താ? ഞാൻ 1 മാസമായി പണിക്ക് പോയിട്ട് ഇത് ഇല്ലാണ്ട് നടക്കുന്നില്ല. എനിക്ക് പണിക്ക് പോകാൻ പറ്റുന്നില്ല സാറേ. അല്ല, നിങ്ങൾക്ക് ഒരു കണ്ണും കൂടെ ഇല്ലേ? ആ, ഈ കണ്ണ് പണിയെടുക്കൂല. ഈ കണ്ണിന് പണി അറിയില്ലാന്ന്. ഇതെന്നാ നീ പറഞ്ഞ കണ്ണിന് പണി അറിയില്ല? ഇതെന്ത് പണിയാണോ നീ എടുക്കുന്നത്? ഞാൻ ഈ വാച്ച് റിപ്പയർ ആണ്. അപ്പൊ കണ്ണ് ഇങ്ങനെ പിടിച്ചിട്ടല്ലേ, അപ്പൊ ഈ കണ്ണിന് അടച്ചു പിടിച്ചിട്ടാ ഉള്ളത്. അപ്പൊ ഈ കണ്ണിന് മാത്രമേ പണി അറിയുള്ളൂ. സാർ ഒന്ന് സഹായിക്കണം സാർ. എന്താ ചെയ്യേണ്ടത്? ഇതൊന്ന് മാറ്റി തരണം സാർ. നീ നാട്ടിരിക്കാൻ ഞാൻ നോക്കട്ടെ. സാർ പ്ലീസ് ഒന്ന്. ബുദ്ധിമുട്ടാ സാർ, അതുകൊണ്ടാണ്. അതൊന്ന് ഡ്രസ് ചെയ്തെടുത്താ. അപ്പന്റെ കണ്ണാ? അല്ല, ചൊകാന്നിരിക്കുന്നു. സാറേ എന്താ സാർ ഇത് കണ്ണിന്? ഡോക്ടർ ഒന്ന് നോക്കിയേ. വായ തുറക്ക്. കണ്ണിനാ കുഴപ്പം. കണ്ണിന് രോഗം വായി നോക്കിയാ മതി. നിങ്ങളുടെ സ്വഭാവം അല്ല ചോദിച്ചത്. ഏത് കണ്ണാ? സോറി, മാറിപ്പോയി. കൃഷ്ണമണി അങ്ങോട്ടാക്കൂ, അങ്ങോട്ടാക്കൂ കൃഷ്ണമണി. അങ്ങോട്ട് പോകുന്നില്ല സാറേ. പോകുന്നില്ല? അങ്ങോട്ട് പറ്റുന്നില്ല. കൃഷ്ണമണിയാ? ഇല്ല. നീ ഒന്ന് അങ്ങോട്ട് മാറി നിൽക്കൂ. ആ, വന്ദേ ഭാരത് പോകുന്ന പോലെയാണല്ലോ കൃഷ്ണമണി പോകുന്നത്. ഇനി ഇങ്ങോട്ട് കൃഷ്ണമണി ഇങ്ങോട്ട് വരട്ടെ. ഇല്ല സാർ. നീ ഇങ്ങോട്ട് വരൂ. ആ, വന്നല്ലോ വനമാല. തുള്ളി മരുന്ന് കൊടുക്ക്. അല്ല, കണ്ണ് ടെസ്റ്റ് ചെയ്യണ്ടേ? അത് ഇപ്പൊ തുള്ളി മരുന്ന് കൊടുക്ക്. ഞാൻ പറഞ്ഞു കേട്ടോ മതി, ഇങ്ങോട്ട് പഠിപ്പിക്കണ്ട. എന്തിനാ തുള്ളിയിട്ട് മരുന്നിരുന്ന്? ഡയറക്റ്റ് ചോദിച്ചാ പോരെ? മോനെ, ഇമാതിരി കോമഡി പറഞ്ഞാൽ ഇപ്പുറത്തെ കണ്ണ് കൂടി കുത്തി പൊട്ടിച്ചാളി. ഡോക്ടർ ഒന്ന് മാറിക്കോ. വേണ്ട 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 വേണ്ട, ഞാൻ ഉറ്റിച്ചോളൂ. ഞാൻ ഉറ്റിച്ചാ? അല്ല, എക്സ്പ്രഷൻ ശരിയില്ല അവന്റെ. മോനെ, നല്ല പൊക്കുണ്ടല്ലോ, പിന്നെ എന്തിനാ പൊങ്ങുന്നു? മതി. അയ്യോ, ഇപ്പൊ എങ്ങനെയുണ്ട്? സുഖമുണ്ടോ? ഫോൺ അടിക്കുന്നുണ്ട്. ഹലോ, ആരാ? 75 ലക്ഷം. 75. എന്ത് പറ്റി? എന്റെ വീട്ടിന്റെ അടുത്തില്ല അയൽവാസി ഉണ്ടല്ലോ, രഘുവിന് 75 ലക്ഷം ലോട്ടറി അടിച്ചു. അല്ല ഈ സാറേ, 75 ലക്ഷം അടിച്ചാല് പിന്നെ ഫുൾ പൈസ കിട്ടൂലല്ലോ. 50 ലക്ഷം കിട്ടും അല്ലേ? 50 കിട്ടും. എന്റെ ദൈവം, ഞാൻ എടുക്കണ ലോട്ടറി ആയിരുന്നു. ഞാൻ എടുക്കണ ആ കണ്ണുകടീന്റെ പേര് നീട്ടിച്ചു കൊടുക്ക്. എനിക്ക് കണ്ണുകടി ഇല്ല. ഇത് കണ്ണുകടി ഉണ്ടല്ലാന്ന് നീയല്ലല്ലോ പറയണ്ടേ, നമുക്ക് മനസ്സിലാവും. ഇത് വായിലൊറ്റിക്കണ്ടേ? കണ്ണ് ടെസ്റ്റ് ചെയ്യണ്ടേ? ആ, കണ്ണ് ടെസ്റ്റ് ചെയ്യണം. ആ, കണ്ണട വെക്ക്. വായിക്കേ. നീ പറഞ്ഞു കൊടുക്കല്ലോ, ഓൻ വായിക്കട്ടെ. ഇവരോടല്ലേ വായിക്കാൻ പറഞ്ഞു? നീ വായിക്കണ്ടേ? അല്ല, വായിക്കാനല്ലേ പറഞ്ഞത്. ഒരു കണ്ണ് തെറ്റുമ്പോഴത്തേക്ക് നിങ്ങൾ ഇങ്ങനെയാ? മതി, വായിക്കണം. ഇത് വായിക്കണ്ട. അല്ല, ഇവൾ പറഞ്ഞില്ലേ, പിന്നെ നീ എന്താ പറയാ? സാറേ, എന്റെ കണ്ണ് എന്റെ കണ്ണ് ശരിയാക്ക. അടുത്ത ദിവസം വാ. അല്ല സാറ് പണിക്ക്, സാർ വീട്ടിലേക്ക് ബുദ്ധിമുട്ടാണ്. ഒരു പണിക്ക് നീ ഇപ്പൊ പോണ്ട. ഈ പണിക്ക് പോയിട്ട് ഒരു കാര്യമില്ല. ഒരു 500 രൂപ കടന്നു തരുവാ. പോയട്ടെ, ഇങ്ങോട്ട് ഫീസ് തരണ്ട, അങ്ങോട്ടേക്ക് കൊടുക്കുന്നത്. ഏതാ പരിചയമില്ലാത്തൊരു നമ്പർ? ഹലോ, അതെല്ലോ. ഓ, ഡോക്ടർ ഉണ്ട്. ഞങ്ങളിപ്പോ ഫ്ലവേഴ്സിന്റെ ഷൂട്ടിംഗ് ഫ്ലോറിലാണ്. അതെ അതെ അതെ. ആണോ? ആ, ശരി, പറയാം. ആരാ? എന്നാ?
അത് ചേട്ടൻ കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ ചെയ്തില്ലേ ദിവാകരൻ? ദിവാകരൻ ആ ആളുടെ കണ്ണിലെ കെട്ടഴിക്കുമ്പോ ഡോക്ടറെ തന്നെ ആദ്യം കാണണോന്ന്. ഓരോരുത്തരുടെ സ്നേഹമല്ലേ എന്താ ചെയ്യാ. ഒരു അച്ഛനുണ്ട്, അമ്മയുണ്ട്, മക്കളുണ്ട്, ഭാര്യയുണ്ട്. പക്ഷേ കണ്ണ് കെട്ടഴിക്കുമ്പോ എന്നെ തന്നെ കാണണോ? എന്താ അത്? ഇതെല്ലാം ഒരു ഡോക്ടർമാർക്ക് കിട്ടുന്ന അംഗീകാരം കേട്ടോ. പക്ഷെ ആ അംഗീകാരത്തിന് പങ്ക് പറ്റാൻ ഞാനില്ല. അതെന്താ? അയാൾ എന്താ പറഞ്ഞെന്നറിയോ? വലത്തെ കണ്ണ് ഓപ്പറേഷന് പകരം നിങ്ങൾ ഇടത്തെ കണ്ണ് ഓപ്പറേറ്റ് ചെയ്തേ. അതുകൊണ്ട് കെട്ടഴിക്കുമ്പോ നിങ്ങളുടെ കണ്ണ് അടിച്ചു പൊട്ടിക്കണോന്ന്. പിന്നെ ഇപ്പൊ നമ്മളെന്താ ചെയ്യാ? ഇപ്പൊ എന്ത് ചെയ്യാൻ? പതിവ് പോലെ ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. അടുത്ത ഐറ്റം അടുത്ത ടീമിനെ വിളിക്കട്ടെ. വിളിച്ചോളൂ. ലെറ്റ്സ് വെൽക്കം വിഷ്ണു, അമൽ ആൻഡ് സഞ്ജിത. ഐറ്റം വേറെ. മോനെ വേലായുധാ കേളപ്പെട്ടാ തടിയുടെ പുറത്തൊരു പൊന്നുടുമ്പ്. പൊന്നുടുമ്പ് നിന്റെ അച്ഛന്റെ അരിയുടെ മോൻ. ഞാൻ മുള്ളംകൊല്ലി വേലായുധൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ പാറത്തൂറി. ഓ ഞാൻ അങ്ങോട്ട് പറഞ്ഞേക്കാം, തരാം കേട്ടാ. ഞാൻ വേലായുധൻ, മുള്ളംകൊല്ലി വേലായുധൻ. ഈ ഫ്ലോറിൽ ആരെങ്കിലും ചീഞ്ഞ കൗണ്ടർ അടിച്ചാൽ ആ അടിച്ചവനെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കും. അങ്ങനെയെങ്കിൽ നീ നിന്റെ ടീം ആദ്യം ഇവിടെ നടക്കും. ചുമ്മാ. അതുകൊണ്ട് പിന്നെയും പറയുന്നത്, ഈ ഫ്ലോറിൽ ആരെങ്കിലും കൈ നിന്നിട്ട് കളിച്ചാൽ അവനെ ഞാൻ ചവിട്ടി ഇറക്കി വിടും. ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞ് ഉള്ള കഞ്ഞികൂടി മുട്ടിക്കല്ലടാ പാട്ടി. ആരാണ് ഇത് തൊണ്ടയിലും ഞണ്ടിരിക്കുക സൗണ്ട് ഇട്ട് വരുന്നത്? തൊണ്ടയിൽ ഞണ്ടിരിക്കുക നിന്റെ അപ്പൂപ്പന്റെ. ആടെ ചിരിക്കാനുള്ള സാധനം വരുന്നുണ്ട് കേട്ടോ. മോനെ നല്ലൊരു പാട്ടിട്ട് വന്നടാ. എന്റെ പൊന്നു വല്യമ്മേരെ, നിങ്ങൾക്ക് 10-80 വയസ്സില്ലേ? പിന്നെ നിങ്ങൾ ഈ സാന്റാക്ലോസിനെ പോലെ ഈ കര മുഴുവൻ നടക്കുന്ന അങ്ങനെ ഒരു വർത്തമാനം എന്താണോ? നിങ്ങൾ ഇത്ര എൻട്രി മാസ് അടിക്കാൻ എന്നാ താമസം എന്നാ? എടാ ഞാൻ ഒരു 2 സ്റ്റെപ്പ് മുമ്പോട്ട് വെച്ച ഒരു 3 പുറകോട്ട് പോണം. അതുകൊണ്ടല്ലേ ലേറ്റ് ആയത്. എടാ വേലായുധാ എന്നാ? എടാ എനിക്ക് മനസ്സിലായിട്ടത്. എന്നാ പഴമായി പറയുന്നത്? ഞാൻ പറഞ്ഞെടുക്കട്ടെ, തൊണ്ടയിൽ റബ്ബർ ബാൻഡ് ഇട്ടേക്കും, അതാ പ്രശ്നം. എടാ വേലായുധാ, എടാ ആളുകളെ നന്നാക്കുന്നതും അവരെ ഉപദേശിക്കുന്നതും ഒക്കെ നല്ലത് തന്നെ. എന്നും പറഞ്ഞ് നീ ആ കുണ്ണുമേശാന്റെ വീട്ടിലെ കടപ്പ് അവസാനിപ്പിക്കണം. അത് പിന്നെ നമ്പ്യാരെ, സമൂഹം മോശപ്പെട്ടവൾ എന്ന മുദ്ര കുത്തിയ ഒരു പെൺകുട്ടിയെ സംരക്ഷിച്ചത് ഞാൻ ചെയ്ത തെറ്റാണോ? അല്ലടാ, നീ അവിടെ ചെന്നതിന് ശേഷമാണ് അവക്ക് അങ്ങനെ ഒരു മുദ്ര കിട്ടിയത്. ആവശ്യമില്ലാതെ എന്നെ അവളെ പറയരുത്. അപ്പൊ നിനക്ക് അനാവശ്യം കാണിക്കാം. ഇത് അങ്ങനെ അല്ല. പിന്നെ ഭയങ്കര മഴയൊക്കെ അല്ലേ നമ്പ്യാരെ? കൊതുകടി കൂടിയപ്പോ ഞാൻ അവളുടെ അടുത്ത് പോയതാ. ഞാൻ അവളുടെ കഥയിന്റെ വാതിക്ക കൊട്ടുമ്പോ അവള് കഥ തുറന്നില്ല. ഞാൻ അടുക്കള വാതിക്ക ചെന്ന് കൊട്ടി, അപ്പോഴും തുറന്നില്ല. ജനലെ ചെന്ന് കൊട്ടി, അപ്പോഴും തുറന്നില്ല. മോനെ വേലായുധാ, ഓ ഒന്നിങ്ങ വന്നേടാ നമ്പ്യാരെ. അടിച്ചത് അപ്പൊ നീ ആയിരുന്നല്ലടാ കഴിഞ്ഞ ദിവസം എന്നെ ശല്യം ചെയ്യാൻ വന്നത്. ബാക്കിയുള്ളവൻ ആ ഫ്രിഡ്ജിൽ നിന്ന് ഉരുകിപ്പോയി. ഓ എന്റെ ദൈവമേ, അപ്പൊ മധു നോരാൻ പോയതല്ലയോ? എടാ വേലായുധാ, എടാ ആ കണ്ടന്റ് വിടറ. കണ്ടന്റ് ഒന്നും വിടുന്നില്ല, ഇത് തന്നെ അങ്ങ് കളിച്ചു കഴിച്ചാ മതി. അത് എടാ വേലായുധാ, എടാ നീ ഇങ്ങനെ ഒറ്റത്തടിയായി നടക്കല്ലേടാ. ഒറ്റത്തടി അല്ലല്ലോ, ദാണ്ട ഒരു തടി വീട്ടിലുണ്ട്. അപ്പൊ 2 തടിയായില്ലേ? ഞാൻ അതാണോ പറഞ്ഞത്? പിന്നെ എടാ നീ ഒരു കല്യാണം കഴിക്കണമെന്ന് ഞങ്ങൾ ഈ നാട്ടിലുള്ളവരെ ചേർന്ന് നിന്റെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. എന്താ നമ്പ്യാരെ പെട്ടെന്ന് വേലായുധനോട് നാട്ടുകാർക്കൊരു സ്നേഹം? അയ്യോ, അത് സ്നേഹം കൊണ്ടൊന്നുമല്ല. അങ്ങനെയെങ്കിലും നീ ആ കുളിക്കടവിന്റെ അവിടുത്തെ പരിപാടി നിർത്തൂലെന്ന് ഓർത്തിട്ടാ. അല്ല, ഞാൻ കുളിക്കടവിന്റെ അവിടെ ഇരിപ്പുണ്ടെന്ന് നമ്പ്യാർക്ക് എങ്ങനെ അറിയാം? നീ ഇരിക്കണേന്റെ തൊട്ട് മേലത്തെ മരത്തിൽ ഞാൻ ഇരിപ്പുണ്ട്. നീ വന്ന് ഇരിക്കണമെന്ന് അറിയാം. അപ്പൊ നിങ്ങൾ എന്നെ കുറെ മുതലെടുക്കുന്നുണ്ട് കേട്ടോ. എടാ ആ കണ്ടന്റും വിടറ. അതും വിടാൻ പറ്റത്തില്ല. ഇവിടെ ഈ ഗ്രാമത്തിൽ നിനക്ക് മാത്രമേ എന്നെ ഒരു ബഹുമാനം ഇല്ലത്തുള്ളൂ. എടാ ഒന്നുമില്ലേലും ഞാനൊരു ബുദ്ധിരാജത്തിനല്ലേടാ. ബുദ്ധിയുടെ കാര്യം പറയല്ലേ നമ്പ്യാരെ? തട്ടിന്റെ പുറത്തുനിന്ന് ഒരു വവ്വാല് താഴെ പോയിട്ട് ചിറകുള്ള പട്ടി എന്ന് പറഞ്ഞ് നിങ്ങൾ മുള്ളംകൊല്ലി ചന്ത കൊണ്ടിട്ട് വിറ്റ ടീമല്ലേ നിങ്ങൾ? എന്നിട്ട് എന്താടാ നീ തന്നെ വന്ന് മേടിച്ചോണ്ട് പോയില്ലേ? അത് പിന്നെ അറിവില്ലാത്തൊരു പ്രായത്തിൽ പറ്റിപ്പോയതല്ലേ. 2 ദിവസം മുമ്പാണ്ടോ നിനക്ക് അറിവില്ലാത്തത്? ഇയാള് കളിച്ചത് താത്തു ഇതങ്ങ്. എന്നോടൊന്ന് മുട്ടാൻ. അതെന്നെ ഒരു അശരീരി. നമ്പ്യാരെ ഒരടിക്കുള്ള കോള് വരുന്നുണ്ട് കേട്ടോ. കൊച്ചു കൊമ്പനാണേ വമ്പനാണേ ചേലുണ്ട് കലയുണ്ട്
ഇതാരേ ഇത്? ഞാൻ കീരിരാഘവൻ. പൊളിഞ്ഞോണ്ട് പോണേ ദൈവമേ. എന്റെ പൊന്ന് സഞ്ജിത, നീ ഇതിന്റെ അത് കീരിരാഘവനല്ല. എടാ നിനക്ക് ലാലേട്ടൻ കളിക്കാവോ? ഇവന് മതത്തോ കളിക്കാവോ? എങ്കിൽ എനിക്ക് ഇതും കളിക്കാം. എന്റെ ദൈവമേ, എടി നീ ഇതിന്റെ അത് ഭാവനകളാ ചെയ്യുന്നത്. എടാ ഭാവിയോളം എനിക്ക് ചെയ്യാൻ പറ്റില്ലെന്ന്. അതിനാ എടാ അങ്ങനെ വിഗ് വെച്ചോടാ സജ്ജതൊക്കെ പോയിരിക്കുന്നത്. എന്റെ ദൈവമേ, എന്നെ പറയുന്ന പുള്ളിനെ കൊണ്ടത് അങ്ങനെ. അല്ല നീ ആ ഫിഗർ ഒന്ന് പിടിച്ചേ. ഇതെന്തിനാ ഗിറ്റാറും പിഴുങ്ങിക്കൊണ്ട് വന്നേക്കണേ? ആണ്ട് ഇവിടെ ഉണ്ട് ഒരു കമ്പി. പൊന്നുരളിയൂതും കാറ്റേ. എന്തോ നാളെ കാണിക്കുന്നത്? നാളെ കടത്തുന്നേ. ഒരു കാര്യം പറയട്ടെ, ഇത് രണ്ടുപേർക്കുള്ള സ്കിറ്റാ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യ്, നിങ്ങളിരുന്ന് സ്കിറ്റ് കളിക്കും, ഞാൻ ഇതുവഴി ഇറങ്ങി പോവാ. വെള്ള കുഴക്കട്ടെ. ഇതിനൊരു കൺക്ലൂഷൻ ഉണ്ടാക്കിട്ട് നീ പോയച്ചോ. അവളെ കാര്യം പറഞ്ഞു മനസ്സിലാക്ക്. എന്റെ പൊന്ന് സഞ്ജിത, നിനക്കുള്ള ഡയലോഗ് ഞാൻ തരാം. തരുമല്ലോ? തരാവുന്ന് ഉറപ്പാണേ? ഉറപ്പായിട്ട് തരാം. നീ അവിടെ പോയി അങ്ങനെ ഇരുന്നേ, ചുമ്മാ ആവശ്യമില്ലാതെ. ഇത് നമ്മളിത് കളിച്ച് കേട്ടണം. ഉറപ്പായിട്ട് കളിച്ച് ഇത്രയും സാധനം പാളിപ്പോയി. ഓക്കെ, നീ കളിച്ച് കേട്ടോ. എടാ പൊട്ടി, എന്റെയാണോ? അയ്യോ സോറി, ക്ഷമിക്കണം. എടാ മോനെ എന്റെയാണോ? എടാ നിന്നെ ഞാൻ എന്റെ ദൈവമേ, ഇത് കളിച്ച് കളയൂലോ ഇത്. എനിക്ക് തോന്നലല്ലടാ ഈ സ്കിറ്റ് കയറുന്നത്. അപ്പൊ ക്ലാപ്സ് ക്ലാപ്സ് നീ പറയണ്ടല്ലോ. അങ്ങനെയല്ലോ ഒരെണ്ണം കിട്ടട്ട. വല്യമ്പേരെ ഉണ്ടോ? ഞാൻ ഇന്ന് മുതൽ തല്ലുപിടിയെല്ലാം നിർത്തുകയാണ്. കാരണം ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു. എന്ത് സ്വപ്നം? ആരൊക്കെയോ എന്നെ വെട്ടി ഞാൻ ചോരയിൽ കുളിച്ച് കിടക്കുന്നത്. അപ്പൊ പട്ടി നീ ഇന്നലെ കിടക്കെ കിടന്ന് മൂത്രമൊഴിച്ചല്ലേ? കണ്ടുപിടിച്ചല്ലോ നിങ്ങള്. പിന്നെ അല്ലാണ്ട് വിനാശകാലേ വിപരീത ചാട്ടേ. ചട്ടി പൊക്കി പിടിച്ചോണ്ട് വരുന്നത് ഇതിന്റെ ഇടയ്ക്ക്. എന്റെ ദൈവമേ, എന്റെ പൊന്നു സഞ്ജിത, നീ എന്നതായി കാണിക്കുന്നത്? ഒരു ഡയലോഗെങ്കിലും താടാ. ആദ്യം ഞങ്ങളൊന്ന് കളിച്ചു കയറ്റാവോ നോക്കട്ടെ. നീ അവിടെ ഇരിക്കേ. എടാ വേലേജ, എടാ ചെറിയ നമ്പിയാരുണ്ടല്ലോടാ, അവൻ മുള്ളൻകുല്ലി നശിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെയോ ചെറിയ പദ്ധതിയായിട്ട് നടപ്പുണ്ട്. അത് നീ വേണം തടുക്കാൻ. പിന്നെ അവൻ പണ്ടൊരു പദ്ധതി ഇട്ടതാ, അതിന് തടയിട്ടോണ്ടാ മലയാറ്റൂർ ഒരു പെണ്ണും കൊച്ചു എന്റെ തലക്കിരിക്കുന്നു. പിന്നെ എങ്ങനെയാന്ന് പറ. പിന്നെ അത് പറ. പണ്ട് പാലക്കാട് വിക്ടോറിയ കോളേജിൽ എന്റെ ദൈവമേ, നശിച്ചെടുത്ത് താണ്ടാ. പിന്നെ എന്തിനാ ഇതൊക്കെ ഇരുന്ന് പറയണേ? കരുനാഗപ്പള്ളിയുള്ള നീ എന്തിനാണ് ഈ പാലക്കാട് പോണത്? അല്ല ഇതേത് സിനിമയാ? ഇത് മനസ്സിലായില്ലേ? ഇല്ല. ഇത് നരസിംഹം. ഇത് നരസിംഹമായിരുന്നു. ഒരിക്കലും നീയും വരുമല്ലോ നിന്റെ അച്ഛന്റെ ചിത ഒഴുക്കാൻ വേണ്ടിട്ട് പോവാണ്ട വിഷയല്ലേ? പിന്നെ ഞാൻ എന്നാ പറയാ, ഒന്നാമത് കയറുന്നില്ല, അതിന്റെ ഇടയ്ക്ക് നീയൊക്കെ കിടന്ന് കൂത്താട്ടം. എനിക്കങ്ങനെ ഇല്ലേ കിട്ടില്ല. ഒരു കാര്യം ചെയ്യ്, ക്ലൈമാക്സ്. എടാ നീ ആ ഒഴുകി അവിടെയും തടിയില്ല. എടാ നീ ആ ഒഴുകി പോണ തടി കണ്ടോടാ? കണ്ടു. അത് പിടിക്കാൻ വേണ്ടി ഞാൻ പോവാടാ. അയ്യോ അങ്ങനല്ല, സിനിമയ്ക്കകത്ത് ഞാനാ തടി പിടിക്കേണ്ടത്. പിന്നെ സിനിമയാണല്ലോ എത്ര നേരം കളിച്ചോണ്ടിരിക്കണത്. ഒരു കാര്യം ചെയ്യടാ, ഞാൻ പോയി തടി പിടിക്കാം. എടാ ഈ പുഴ കണ്ടോ? ഇത് നിന്റെ അമ്മയാടാ. ഏത് ഈ പുഴയോ? ഉറപ്പാണോ? ഉറപ്പാ. എന്നൊരു കാര്യം ചെയ്യണം. എന്താ? എന്റെ അമ്മയോട് ഒരു 3000 രൂപ കടം മേടിച്ചു തരണം. എടാ മുച്ചൂടെ മുടിങ്ങി നശിച്ചു പോകുള്ളൂ. പുഴയായിരുന്നു. ഇങ്ങനെ പ്രാഗി കൊല്ലല്ലേ, ഞാൻ ഇല്ലാണ്ടാവുക. അല്ലെങ്കിൽ നീ ഇവിടുത്തെ ജില്ലാ കളക്ടറാ. ഇത് പിടിയടാ, ഞാൻ തടിയായിട്ട് വരാം. ഒന്ന് പിടിയിടി. മുറുക്ക പിടിച്ചോടാ. പിടിച്ചിട്ടുണ്ട്. തടി കിട്ടിയടാ. വലിച്ചു കേട്ടടാ മോനെ. വലിച്ചു കേറ്റാൻ. വലിച്ച് നമ്പിയാഴേ, കയറ് കയ്യിൽ പോയി. കയറ് കയ്യിൽ പോയിട്ട് നിങ്ങൾ എന്തിനായി ചിരിക്കുന്നേ? അവിടെ നിന്ന് പുഴുക്കണേക്കാളും നല്ല ഞാൻ ഒഴുകി പോണതാ. അപ്പൊ ഒരു കാര്യം, വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ഈ ഫ്ലോറിൽ ആര് ചീഞ്ഞ കോമഡി കളിച്ചാലും ദേ ഇതുപോലെ ഇരിക്കും. വിനാശകാലേ വിപരീത. അവിടെ ഇന്ന് പുഴുക്കാതെ ഇങ്ങോട്ട് ചാറി. എന്റെ അമ്മച്ചിയേ. മുള്ളംകൊല്ലി വേലായുധൻ, നസീർക്ക. ഓ, ഞാനിതിൽ സത്യത്തിൽ ഒന്നും പറയുന്നില്ല. എനിക്ക് പറയാനുള്ളതെല്ലാം അവർ തന്നെ ഈ സ്കിറ്റിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് പുഴുക്കുകയാണ്, ചെയ്യുകയാണ്, അവിടെ നിന്ന് ചെയ്യുന്നതിൽ പേരെ പുഴയിൽ ചാടി രക്ഷപ്പെടുന്നതാണ് നല്ലതെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതുവരെയും കയറിയിട്ടില്ല എന്നൊക്കെ ഉള്ള ഹിൻറ്റുകൾ അവർക്ക് തന്നെ ഇതിൻ്റെ അകത്ത് കിട്ടിയിട്ടുണ്ട്. ഇത് ഓൾറെഡി അവർ എഴുതിയപ്പോൾ തന്നെ ഇതിൻ്റെ അകത്തൊന്നുമില്ല, ഇത് ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റില്ല എന്ന് അവർക്ക് അറിയുകയും ചെയ്യാം. പിന്നെ അവരെന്തോ ഒരു ധൈര്യത്തിൽ കയറി ചെയ്തതാണിത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം ഞാനെന്നല്ല, ഇത് പ്രേക്ഷകർ കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും ഈ സ്കിറ്റിൽ ഒന്നുമില്ല. കുറേ എന്താണ് പറയുന്നത്, കുറച്ച് ഞങ്ങളെയാണ് ഉദ്ദേശിച്ചത് എന്ന് ഞങ്ങൾ പറയുന്നതായിട്ട് നിങ്ങളവിടെ പറഞ്ഞെങ്കിലും അത് കറക്റ്റ് കാര്യമാണ്. ഞങ്ങൾ പറയേണ്ടത് നിങ്ങൾ തന്നെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതിലൊന്നുമില്ലായിരുന്നു. ഇത് പിള്ളകളിൽ നിന്ന് പോലും പറയാൻ പറ്റില്ല, അത്രയ്ക്ക് ബോറായിട്ടുമായിരുന്നു ഇത്. ഇത് ഞാൻ തുറന്നങ്ങ് പറയുകയാണ്. കാര്യം നിങ്ങൾ ആദ്യത്തെ ടീമല്ല,
ഒത്തിരി പ്രൈസൊക്കെ വാങ്ങിച്ച ടീമാണ്. ഒരുപാട് നിങ്ങളുടെ നല്ലതും പറഞ്ഞിട്ടുണ്ട്, ചള്ളായിട്ടും പറഞ്ഞിട്ടുണ്ട്. ഇത് 10 പൈസയ്ക്ക് ഉള്ളിലായിരുന്നു. ഇതിനെക്കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് കൂടുതലായിട്ടൊന്നും പറയാനില്ല. പറയാനുള്ള എല്ലാം അവർ പറഞ്ഞത് കാരണം ഇനി പറയേണ്ട കാര്യമില്ലല്ലോ. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ. പണ്ട് ഈ മിമിക്രിയുടെ അതിപ്രസരം കൂടിയപ്പോൾ പലരും പറഞ്ഞു മലയാള സിനിമയെ നശിപ്പിക്കുന്നത് മിമിക്രിയാണ്. ഒരുപാട് പഴി കേട്ടിട്ടുണ്ട്, ഒരുപാട് പഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അത് പല കോമഡികൾ ഇപ്പം ഓരോരുത്തർ ചെയ്യുമ്പോൾ ഇവനെന്താ കാണിക്കുന്നത്. പക്ഷേ അവിടെ നിന്ന് മിമിക്രി എന്നൊരു കലയ്ക്ക് ഒരു വാല്യൂ ഉണ്ടാക്കിയത്, അതായത് മിമിക്രി നിസാര പണിയല്ല എന്ന് ലോക മലയാളികൾക്ക് കാണിച്ചു കൊടുത്തത് 3 മിമിക്രിക്കാരാണ്. 3 നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഒന്ന് സലിംകുമാർ, സുരാജ്, സുരഭി. 3 പേര് മിമിക്രി ആർട്ടിസ്റ്റുകളാണ്. ഞാനത് പറയാൻ കാരണം വെച്ചാൽ നമുക്ക് ഈ അവസരങ്ങൾ കിട്ടുക എന്ന് പറയുന്നത് അതൊരു കലാകാരൻ്റെ വലിയൊരു ഭാഗ്യമാണ്. നിങ്ങൾ കഴിഞ്ഞ സ്കിറ്റ് കണ്ടു, അതിന് മുമ്പ് നിങ്ങൾ ആദ്യം ചെയ്ത സ്കിറ്റൊക്കെ ഗംഭീര സ്കിറ്റുകളായിരുന്നു. നിങ്ങളുടെ ആദ്യം കണ്ടപ്പോൾ നമ്മൾ തന്നെ ഓർത്തു ഇത് 1 ലക്ഷം മേടിച്ച ടീമാണ്. നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ ഒരു അഭിപ്രായം പറഞ്ഞു, നിങ്ങളിത് കളിച്ചിട്ട് എന്താ നിങ്ങൾക്ക് തോന്നുന്നു പറ. ജെനുവിനായിട്ട് പറഞ്ഞു. നമ്മളിതിപ്പോൾ അതിനകത്ത് വേറെ അഭിപ്രായ വ്യത്യാസങ്ങളല്ല. ജെനുവിനായിട്ട് നിങ്ങൾക്ക് ഇത് എന്ത് തോന്നുന്നു, എന്താണ് നിങ്ങൾ എഴുതിയപ്പോൾ തോന്നിയത്, അല്ലെങ്കിൽ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്തപ്പോൾ എന്താ തോന്നിയത്, വിഷ്ണുവിന് എന്താ തോന്നിയത്? പോരായിരുന്നെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യാൻ നിൽക്കരുത്. പിന്നെന്താണ് അപ്പം നിങ്ങളിത് ഗ്രൂമേഴ്സിനെ കാണിച്ചില്ലേ, ഇത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്താണ്? പക്ഷേ അത് ഗ്രൂമേഴ്സിനെ കാണിച്ചത് എന്തോ ഗ്രൂമേഴ്സ് ഇതിന് അപ്രൂവൽ തന്നോന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇതിലൊന്നുമില്ല. ഈ നമ്മുടെ നരൻ സിനിമയുടെ സ്പൂഫുകൾ ഒരുപാട് ആൾക്കാർ ചെയ്തിട്ടുണ്ട്. ഈ അടുത്തിടെ തന്നെ വൈറലായ ഒരുപാട് സ്പൂഫുകളുണ്ട്. ദൃശ്യത്തിൻ്റെ വൈറലായിട്ടുണ്ട്, നരൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളൊന്ന് സെർച്ച് ചെയ്യണം നമ്മൾ ചെയ്യുന്ന ഇതിൻ്റെ മേളിൽ നിൽക്കണം എന്നുള്ളത്. അതായത് ഇല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മളെ നശിച്ചു പോകും. അപ്പോൾ ഇനി ഏത് സബ്ജക്റ്റ് എടുത്താലും നമ്മൾ നല്ല കോൺഫിഡൻസോട് കൂടിയിട്ട് ഈ വേദിയിൽ വരാവുള്ളൂ എന്നുള്ളതാണ് കാര്യം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവസരം കിട്ടത്തില്ല. നിങ്ങൾ ഈ പറയുന്നത് പോലെ നമുക്ക് ചെയ്യാനൊന്നും കിട്ടത്തില്ല, ഒരു വേദികളും കിട്ടത്തില്ല. അപ്പം നിങ്ങൾക്കാണ് വേദികൾ ആവശ്യം. അത് നിങ്ങളിത് പ്രൊഫഷനാക്കി എടുക്കുന്നെങ്കിൽ, അപ്പോൾ ഇത് പ്രൊഫഷനാക്കിക്കൊണ്ട് പോകണമെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. ഹാർഡ് വർക്ക് ചെയ്തേ പറ്റൂ. എന്തായാലും ശ്രമിക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിങ്ങളുടെ പെർഫോമൻസ് കണ്ടപ്പോൾ അന്നും ഇവർ ഒക്കെ പറഞ്ഞത് നിങ്ങളുടെ പഴയ അതിൻ്റെ അത്ര എത്തിയില്ല, നിങ്ങൾ കിടിലമായിട്ട് ചെയ്തതാണല്ലോ, എന്നാ പറ്റി എന്നൊക്കെ ഉള്ളതാണല്ലോ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്. അപ്പം ഞാൻ മനസ്സിലാക്കിയത് കഴിഞ്ഞ പ്രാവശ്യം എന്തോ ഒരു ബാഡ് ലക്കിന് എന്തോ പറ്റിപ്പോയതാണ്, എന്തോ സെറ്റായില്ല, അതൊരു പ്രാവശ്യം വന്നു പോയതായിരിക്കും എന്നാണ് ഞാനതിനെ കണക്ക് കൂട്ടിയത്. കാരണം അത്രയും ഗംഭീരമായിട്ടുള്ളൊരു പെർഫോമൻസ് നിങ്ങൾ അതിന് മുമ്പേ ചെയ്തതാണെന്നെല്ലാം കേട്ടു. പക്ഷെ ഇത് എന്നെയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിസപ്പോയിൻറ്റ് ചെയ്തു എന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. എനിക്ക് ഒന്നാമത്തെ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് ഇത് നിങ്ങൾ റിഹേഴ്സൽ ചെയ്യുകയാണെന്നുള്ളൊരു ഐഡിയ പോലും മനസ്സിലായില്ല. നിങ്ങൾക്കിത് സ്ക്രിപ്റ്റ് പ്രിപ്പയർ ചെയ്തപ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് എത്ര ശതമാനം കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഇത് വർക്കാവുമെന്ന്? അതൊന്ന് പറയുമോ? ഇല്ലെന്നാണോ അതോ കുറച്ചെങ്കിലും കോൺഫിഡൻസ് ഉണ്ടായിരുന്നോ? കുറച്ചുണ്ടായിരുന്നു. അങ്ങനെ ഒരു കോൺഫിഡൻസ് കുറവ് തോന്നുമായിരുന്നെങ്കിൽ ഒരു പ്ലാൻ ബി എന്നുള്ള പോലെ മറ്റെന്തെങ്കിലും ഒന്ന് കരുതി വെക്കായിരുന്നു. നിങ്ങൾക്കിത് ചെയ്ത് നോക്കിയിട്ട് ഇത് ഒക്കുന്നില്ല എന്ന് വന്നപ്പോൾ എന്തെങ്കിലും ഒരു പ്ലാൻ ബിയും കൂടെ എന്തെങ്കിലും കരുതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല, നിങ്ങൾ പെർഫോം ചെയ്ത് കഴിഞ്ഞു. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം, അതേ പറയാനുള്ളൂ. അടുത്ത പ്രാവശ്യം എന്തായാലും കാര്യം ഇവർ നല്ല നല്ല ഐറ്റങ്ങൾ, നല്ല നല്ല സ്കിറ്റുകൾ ഇവിടെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഒന്ന് മെനക്കെട്ടാൽ ഇവർക്ക് നല്ല നല്ല സാധനങ്ങളുമായിട്ട് ഉറപ്പായിട്ടും നമ്മളെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റും. അടുത്ത പ്രാവശ്യം ഒരു നല്ല സാധനമായിട്ട് വരും. ഓക്കെ, ഉറപ്പായിട്ടും വരും. അല്ല, അടുത്ത പ്രാവശ്യം വരുമ്പോഴേ ഇത്ര പെർസെൻറ്റേജിൽ നമ്മളിപ്പോൾ പുതിയൊരു തീരുമാനം എടുത്തിരിക്കുന്നത് ഇത്ര ശതമാനത്തിൽ മേളിൽ മാർക്കില്ല എന്നുള്ള ടീമുകളെ നമ്മളൊന്ന് മാറ്റി നിർത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് മാർക്ക് നോക്കാം. ആരാണ് ആദ്യം മാർക്ക് കൊടുക്കുന്നത്? ഞാൻ 1 മാർക്ക് തരാം. 1000 രൂപ. ഓക്കെ, നസീർക്ക? അതിൻ്റെ കൂടെ 1000 രൂപ ഞാനും തരുന്നു. 2000 രൂപ. മിയ? ഓപ്ഷൻ ടോട്ടൽ എമൗണ്ട് മൂന്നാമത്തെ ജഡ്ജിന്റെ മാർക്ക് നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടില്ല. അതാണ് നേരത്തെ പറഞ്ഞത്, ഒരു ഇത്ര എമൗണ്ടിന് മേളിലേക്ക് വന്നില്ലെങ്കിൽ അത് വർക്ക് ചെയ്യില്ല. അതാണ് ആ സാധനത്തിൻ്റെ സിസ്റ്റം. അതാണ് പുതിയ എടുത്ത തീരുമാനം. നമ്മളൊരു ഡേഞ്ചർ സോൺ പരിപാടി ഉണ്ട്. അത് ഇത്ര പെർസെൻറ്റിന് താഴെ വന്നു കഴിഞ്ഞാൽ നമ്മൾ മാർക്ക് ഡിസ്പ്ലേ ചെയ്യത്തില്ല. ഇപ്പം മിനിമം ഒരു 5 മാർക്കാണെങ്കിൽ അതിന് താഴെ വന്നു കഴിഞ്ഞാൽ നമ്മൾ മാർക്സ് ഡിസ്പ്ലേ ചെയ്യത്തില്ല. അപ്പം നമ്മളുടെ ടീം ഡിസൈഡ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. അങ്ങനെ വരുമ്പം യുൽ ബി ഇൻ ഡേഞ്ചർ സോൺ എന്നാണ് ബാക്കി ജഡ്ജസ്. അല്ല, ഓപ്ഷൻ ഉണ്ട് അടുത്ത പ്രാവശ്യം നേടിയെടുക്കുക എന്നുള്ളത്. മിനിമം ഒരു 30 മാർക്കെങ്കിലും വാങ്ങിച്ചിരിക്കുക.
അതെ, ഇല്ലെങ്കിൽ നമ്മൾ ഔട്ടായി പോകും. കാര്യം അതേപോലെ ആൾക്കാർ ചെയ്യാനായിട്ട് വീണ്ടും വീണ്ടും നമ്മളടുത്ത് അന്വേഷിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിൽ ചെയ്ത് എക്സ്പീരിയൻസ് ആയവർ കുറേ നാളുകളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അലസത ഫീൽ ചെയ്യുന്നുണ്ടോ എന്നൊരു തോന്നലുണ്ട്. പുതിയതുണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട്, റിഹേഴ്സൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, അത് വന്നാൽ അത് അവർക്ക് തന്നെ കേടാന്ന് അവർക്ക് തന്നെ അറിയാം. അപ്പോൾ അത് വരുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം വെച്ചത്. അപ്പോൾ അത് വെക്കുമ്പം അത് ഇവർക്ക് തന്നെ ഗുണമാണ്. അവർ വാശിയുണ്ടാകും, നല്ല നല്ല സ്കിറ്റുകൾ എഴുതും, നല്ല നല്ല കൗണ്ടറുകൾ എഴുതും, വന്ന് ചെയ്യും, മാർക്ക് വാങ്ങി. ഇത് ഓപ്ഷനാണ്. ഇതിൻ്റെ മുകളിലേക്ക് എവിടം വരെ വേണമല്ലോ നിങ്ങൾക്ക് പിടിക്കാം, അവിടം വരെയും കാശും തരും. അല്ല, നിങ്ങൾക്ക് പറ്റും. കാരണം ആദ്യം തെളിയിച്ചവരാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റും കേട്ടോ. നിങ്ങളതൊരു വിഷമം വിചാരിക്കേണ്ട. എനിക്ക് നല്ല വിശ്വാസമുണ്ട്, നമ്മുടെ ഇരിക്കുന്ന എല്ലാവർക്കും വിശ്വാസമുണ്ട്. നിങ്ങൾ അടുത്തതിൽ പൊളിച്ചെടുക്കുമെന്ന് വിശ്വാസമുണ്ട്. വിശ്വസിക്കട്ടെ. അപ്പോൾ ആ വാശിയോട് കൂടി പോയിട്ട് വാ. തീർച്ചയായിട്ടും 30 മാർക്കാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് 75, 50, 50, 75 മഞ്ച് കാണിച്ചു കൊടുക്കണം. ഓക്കെ കേട്ടോ. ഇത് പറഞ്ഞൊക്കെ നല്ലതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ചെറിയ അലസതയും തെറ്റുകളൊക്കെ തിരുത്താനെന്ന് വിചാരിക്കുക. അടുത്ത പ്രാവശ്യം പോയി ഉഗ്രൊരു സംഭവം എഴുതി ഒരു നേരത്തെ പറഞ്ഞാൽ ഒരുപാട് കൗണ്ടേഴ്സ് കേട്ടോ, നമ്മൾ ചിരിച്ച് ചാവണം. ഓക്കെ, അടുത്ത പ്രാവശ്യം കാണാൻ സഞ്ജിത കേട്ടോ. അടുത്ത പ്രാവശ്യം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വരെയുടെ സമയം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് എല്ലാ ദിവസവും ചോദിച്ച് എനിക്കറിയാം നിങ്ങൾക്ക് ഒരു കാര്യം പോലും ഇവിടെ ഇഷ്ടമില്ല എന്നുള്ള എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് എല്ലാ ദിവസവും നിങ്ങളെ കൊണ്ട് ഞാൻ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല. ചേച്ചിമാരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അത് നിങ്ങളുടെ കയ്യിൽ കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. ഒത്തിരി സന്തോഷം. അടുത്ത എപ്പിസോഡിൽ നിങ്ങൾ തന്നെ വരണം കേട്ടോ. നിങ്ങളോട് ഞാൻ പ്രത്യേകിച്ച് പറയാം, നിങ്ങൾ പോകണം. ഞങ്ങൾ തന്നെയാണ്. ആർക്കെങ്കിലും പോകണമെന്ന് ആഗ്രഹമുണ്ടോ? എന്തെങ്കിലും തിരക്കുകൾ? ഒന്നുമില്ല. നന്നായി വരും. അപ്പോ ഇവർക്ക് ആർക്കും ഒരു തിരക്കുമില്ല. നിങ്ങളുടെ തിരക്കെല്ലാം മാറ്റി വെച്ചിട്ട് അടുത്ത എപ്പിസോഡിൽ കൃത്യസമയത്ത് ടിവിയുടെ മുമ്പിൽ ഉണ്ടാവണം. ഞങ്ങളുണ്ടാവും. ഓക്കെ, അപ്പോ അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.